السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നാം ഇന്ന് ആരംഭിക്കുന്ന ഗ്രന്ഥം ഏതൊരു മുസ്ലിമിനും പരിചയമുള്ള അല്ലെങ്കിൽ കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഹദീസിന്റെ ലോകത്ത് വളരെ പ്രശസ്തമായ സ്വീകാര്യത ലഭിച്ചിട്ടുള്ള റിയാദുസ് സാലിഹീൻ എന്ന കിതാബാണ്. അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫ് അൻ-നവവി റഹിമഹുല്ലാഹ് ക്രോഡീകരിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് റിയാദുസ് സാലിഹീൻ. ഹദീസുകളുടെ ലോകത്ത് പ്രത്യേകിച്ചും ആദാബുകൾ, ഫളായിലുകൾ, അതുപോലെ തസ്ഹീദ്, ദുനിയാവിനോടുള്ള വിരക്തി, അതുപോലെ മൻഹിയാത്തുകൾ, വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ അഹ്കാമുകൾ, അങ്ങനെ എല്ലാ മേഖലയിലും സ്പർശിച്ചുകൊണ്ട് ഉള്ള ഹദീസുകളെ കൃത്യമായ തലക്കെട്ടുകൾക്ക് കീഴിലായിക്കൊണ്ട് ക്രോഡീകരിച്ചിട്ടുള്ള ഒരു കിതാബാണ് റിയാദുസ് സാലിഹീൻ. ഇമാം നവവി റഹിമഹുള്ളയുടെ പല കിതാബുകളും ഹദീസുകളിൽ അറിയപ്പെട്ട മറ്റൊരു കിതാബാണ് അർബഊൻ നവവി. ഇമാം നവവി ക്രോഡീകരിച്ച 40 ഹദീസുകൾ. ഇബ്നു സലാം ആദ്യം 20 ചില്ലാനം ഹദീസുകളായി ക്രോഡീകരിച്ച് പിന്നീട് അത് ഇമാം നവവി 40 ഹദീസുകളായിട്ട് പൂർത്തിയാക്കിയ, പിന്നീട് ഇബ്നു റജബ് പിന്നെയും ഹദീസുകൾ ചേർത്ത് 50 ഹദീസുകളാക്കിയിട്ട് വ്യത്യസ്ത നിലയിൽ ആ കിതാബിന് ലഭ്യമാണ്. 1900 ഹദീസുകളാണ് ഈ ഒരു കിതാബിൽ ഇമാം നവവി റഹിമഹുല്ലാഹ് ക്രോഡീകരിച്ചിട്ടുള്ളത്. അതിൽ അദ്ദേഹത്തിന്റെ വീക്ഷണപ്രകാരം പൂർണ്ണമായും സ്വഹീഹായ ഹദീസുകളാണ് ക്രോഡീകരിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം ഇതിന്റെ മുഖദ്ദിമയിൽ പറയുന്നുണ്ടെങ്കിലും 40ഓളം വളരെ കമ്പാരിറ്റീവ്ലി വളരെ കുറഞ്ഞിട്ടുള്ള 40ഓളം ദുർബലമായ ഹദീസുകൾ ഇതിൽ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും അധികവും ഇതിൽ 900ഓളം ഹദീസുകൾ മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസുകളാണ്. ബുഖാരിയും മുസ്ലിമും ഒരുമിച്ച് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകളാണ് ഇമാം നവവി കൊടുത്തിട്ടുള്ളത്. വളരെയധികം ഒരു മുസ്ലിം എന്ന നിലക്ക് ഓരോ മുസ്ലിമിന്റെയും വീട്ടിൽ പല പണ്ഡിതന്മാരും മുൻകാലങ്ങളിൽ അവരുടെ വീടുകളിൽ റിയാദുസ് സാലിഹീൻ വായിക്കാറുണ്ടായിരുന്നു. ഭാര്യയ്ക്കും മക്കൾക്കും അവർ കേൾക്കാൻ വേണ്ടി ആവർത്തിച്ച് അത് വായിക്കാറുണ്ടായിരുന്നു. മസ്ജിദുകളിൽ ഇത് പഠിപ്പിക്കപ്പെടാറുണ്ട്. കാരണം എപ്പോഴും കേട്ടിരിക്കേണ്ട, ആവർത്തിച്ച് പഠിക്കേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, സുന്നത്തുകൾ, ഹദീസുകൾ നമുക്കിതിൽ കാണാൻ സാധിക്കും. ഈ കിതാബ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഇത് ജീവിതത്തിൽ പകർത്തേണ്ടതായിട്ടുള്ള ഒരു കിതാബാണ്. എല്ലാ കിതാബും അങ്ങനെ തന്നെയാണ്. പക്ഷേ കേൾക്കേണ്ടതും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ളതിനേക്കാൾ എല്ലാം അമല് ചെയ്യേണ്ട, പ്രാവർത്തികമാക്കേണ്ട ഒരു കിതാബാണിത്. കേൾക്കുന്ന ഓരോ ഹദീസുകളും അതെന്റെ ജീവിതത്തിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം നാം ഇത് കേൾക്കേണ്ടത്. വായിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ആ ഒരു നിയ്യത്തോടു കൂടി ആയിരിക്കണം ഇതിൽ ആരംഭിക്കേണ്ടത് എന്നുള്ളത്. ഈ ഒരു കിതാബിന് ഉലമാക്കൾ പറയാറുള്ളത് പോലെ എന്തോ ഒരു ബറക്കത്ത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പലപ്പോഴും ഞാൻ ഇതേ വിഷയത്തിൽ അല്ലെങ്കിൽ അദാബുകൾ ക്രോഡീകരിച്ചിട്ടുള്ള ഇമാം ബുഖാരിയുടെ അദബുൽ മുഫ്രദ്, അതുപോലെ ഇമാം മുൻദിരിയുടെ തർഗീബ് തർഹീബ്, അതുപോലെ കിഫായത്തുൽ മുത്താബിദ് എന്നീ കിതാബുകളൊക്കെ, ഹദീസ് ക്രോഡീകരിച്ച കിതാബുകളൊക്കെ പലപ്പോഴായി എടുത്തിട്ടുണ്ട്. റിയാദുസ് സാലിഹിന് മുമ്പ് ഒരു വട്ട നാട്ടിൽ മസ്ജിദിൽ വെച്ച് എടുത്തിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള കിതാബുകൾക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത, ഒരു ബറക്കത്ത് ഈ കിതാബ് വായിക്കുമ്പോഴും എടുക്കുമ്പോഴും എല്ലാം തോന്നിയിട്ടുണ്ട്. അതിന്റെ ക്രോഡീകരണമാണോ അതല്ല അതിന്റെ ബാബുകളായി തിരിച്ച രീതിയാണോ എന്താണെന്നറിയില്ല. എന്നിരുന്നാലും മറ്റുള്ള കിതാബുകളെക്കാളെല്ലാം, ഹദീസ് ക്രോഡീകരിച്ച ഈ നിലക്ക് ആദാബുകളെല്ലാം ക്രോഡീകരിച്ചിട്ടുള്ള കിതാബുകളെക്കാളെല്ലാം ഒരു പ്രത്യേകത റിയാദുസ് സാലിഹീനിന് വ്യക്തിപരമായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉലമാക്കൾ അത്, മുൻഗാമികൾ അത് സൂചിപ്പിച്ചിട്ടുമുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. ഇമാം നവവിയുടെ ഇഖ്ലാസ് കൊണ്ടായിരിക്കണം ഇത്രയധികം സ്വീകാര്യത ഈ കിതാബിൽ ലഭിച്ചത് എന്ന്. വേറെയും കിതാബുകൾ ഈ മേഖലയിൽ ക്രോഡീകരിക്കപ്പെട്ടതുണ്ട്. പക്ഷെ അതിനേക്കാളെല്ലാം ജനങ്ങൾക്കിടയിൽ, മുസ്ലിമീങ്ങൾക്കിടയിൽ സ്വീകാര്യത ലഭിച്ചിട്ടുള്ള ഒരു കിതാബാണ് റിയാദുസ് സാലിഹീൻ. നമുക്ക് ഇതിന്റെ ആദ്യം മുഖദ്ദിമ ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ള മുഖദ്ദിമ വായിക്കാം. ഖാല അൽ മുസന്നിഫ് റഹിമഹുല്ലാഹ് തആല
മുസന്നിഫ് ഇമാം നവവി റഹിമഹുല്ലാ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏതൊരു ആലിമിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫിഅലിയായ സുന്നത്തായിട്ടുള്ള എഴുത്ത് തുടങ്ങുമ്പോൾ ബസ്മല കൊണ്ട് ആരംഭിക്കുക എന്നുള്ള സുന്നത്ത് പാലിച്ചുകൊണ്ടാണ് ഇമാം നവവി റഹിമഹുല്ലയും ഈ കിതാബ് തുടങ്ങിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അൽ അസീസിൽ ഗഫാർ മുകവ്വിറിൽ ലൈലി അലൻ നഹാർ. അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അല്ലാഹുവിന്റെ മഹത്തായ നാമങ്ങൾ: അൽ വാഹിദ് ഏകൻ, അൽ ഖഹാർ സർവാധിപൻ, അൽ അസീസ് അൽ ഗഫാർ പ്രതാപമുള്ളവൻ പാപങ്ങൾ പൊറുക്കുന്നവൻ, അതുപോലെയുള്ള നാമങ്ങളെ വെച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. മുകവ്വിറിൽ ലൈലി അലൻ നഹാർ ഖുർആനിലെ ആയത്തിന്റെ ആശയമാണ് രാവിനെ പകലിലേക്ക് ചുറ്റിപ്പൊതിയെന്നാൽ പ്രവേശിപ്പിക്കുന്നവൻ. തദ്കിറത്തൻ ലിഉലിൽ ഖുലൂബി വൽ അബ്സാർ വതബ്സിറത്തൻ ലിദവിൽ അൽബാബി വൽ ഇഅ്തിബാർ. എന്തിനാണ് രാവും പകലും മാറി മാറി ചുറ്റിപ്പൊതിയുന്ന അവസ്ഥയിലാക്കിയിട്ടുള്ളത്? ഖൽബുള്ള ഉൾക്കാഴ്ചയുള്ള ആളുകൾക്ക് അത് ഒരു ഓർമ്മപ്പെടുത്തലായിക്കൊണ്ട്, അതുപോലെ ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്താർഹമായിട്ടുള്ള ഒരു പാഠമായിക്കൊണ്ട് ആണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അല്ലദീ അയ്ഖദ മിൻ ഖൽഖിഹി മൻ ഇസ്തഫാഹു ഫസഹദഹും ഫീ ഹാദിഹി ദാർ. അള്ളാഹു തആല അവന്റെ സൃഷ്ടികളിൽ അവൻ തെരഞ്ഞെടുക്കുന്നവർക്ക് യഖ്വത്ത് നൽകുന്നു, അഥവാ ബോധം. എനിക്കൊരു ജീവിത ലക്ഷ്യമുണ്ട് എന്നുള്ള ആ ബോധവും ഉൾക്കാഴ്ചയും നൽകുന്നു. ഫസഹദഹും ഫീ ഹാദിഹി ദാർ, ഈ ദുനിയാവിനോട് സുഹദ് വിരക്തി ഉണ്ടാക്കുകയും ചെയ്യുന്നു. വശഗലഹും ബിമുറാഖബതിഹി വഇദാമത്തിൽ അഫ്കാർ. അതുപോലെ അങ്ങനെ തെരഞ്ഞെടുക്കുന്ന അടിമകളെ അള്ളാഹു തആല എന്തു ചെയ്യുന്നു? അള്ളാഹുവിന്റെ മുറാഖബത്ത്, അള്ളാഹു എപ്പോഴും കാണുന്നുണ്ട് എന്നുള്ള ബോധത്തിൽ ജീവിക്കാനും അതുപോലെ എപ്പോഴും ആ ഒരു ചിന്തയിലായിക്കൊണ്ടിരിക്കാനും ഉള്ള തൗഫീഖ് നൽകുന്ന, അതിൽ മുഴുകുന്ന ആളുകളാക്കി അള്ളാഹു ചില ആളുകളെ തെരഞ്ഞെടുക്കുന്നു. അതുപോലെ തന്നെ ഉപദേശങ്ങൾ സ്വീകരിക്കാനും അതുപോലെ പിന്നെ ഈ ചിന്തയോടുകൂടി എപ്പോഴും ജീവിക്കുന്ന അവസ്ഥയിലായിട്ട് ആളുകളെ തെരഞ്ഞെടുക്കുന്നു അള്ളാഹു തആല. അവർക്ക് തൗഫീഖ് നൽകുന്നു, അള്ളാഹുവിനുള്ള അനുസരണത്തിൽ കൂടുതൽ പരിശ്രമിക്കാനും അതിൽ മുഴുകാനുമുള്ള തൗഫീഖ് നൽകുന്നു. നിലനിൽക്കുന്ന ഭവനത്തിലേക്ക്, പരലോകത്തിലേക്ക് വിഭവങ്ങൾ ഒരുക്കാനുള്ള തൗഫീഖ് നൽകുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിന് കോപമുള്ള പരലോകത്ത് നഷ്ടം സംഭവിക്കുന്ന, നഷ്ടത്തിന്റെ ഭവനത്തിൽ നരകം നിർബന്ധമാക്കുന്ന കാര്യങ്ങളെ തൊട്ട് താക്കീത് നൽകുന്നു അല്ലാഹു തആല. വൽമുഹാഫളതി അലാ ദാലിക മഅ തഗായുറിൽ അഹ്വാലി വൽ അത്വാർ. ആ അടിമകളെ, അള്ളാഹു തെരഞ്ഞെടുത്ത ആളുകളെ അവർ വ്യത്യസ്ത സന്ദർഭത്തിലാവുമ്പോഴും വ്യത്യസ്ത ഘട്ടത്തിലാവുമ്പോഴും എല്ലാം ഈ ഒരു അവസ്ഥയിൽ സംരക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു. അഥവാ തെരഞ്ഞെടുത്ത അടിമകളായിക്കൊണ്ട്, ദുനിയാവിനോട് വിരക്തിയുള്ളവരായിക്കൊണ്ട്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരായിക്കൊണ്ട്, അള്ളാഹുവിനെ അനുസരിക്കുന്നവരായിക്കൊണ്ട്, പരലോകത്തിന് വേണ്ടി പണിയെടുക്കുന്നവരായിക്കൊണ്ട് അങ്ങനെ മുഴുകുന്ന ആളുകളാക്കി അള്ളാഹു ചില ആളുകളെ തെരഞ്ഞെടുക്കുന്നു. അങ്ങനെയുള്ളവനാണ് അള്ളാഹു തആല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഇമാം നവവി റഹിമഹുല്ലാ പറയുന്നു, അഹ്മദുഹു അബ്ലഗ ഹംദിൻ വഅസ്കാഹു വഅശ്മലഹു വഅൻമാഹു. ഞാൻ ഏറ്റവും വിശാലമായ, പരിശുദ്ധമായ, പരിപൂർണമായിട്ടുള്ള സ്തുതി കൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് എന്ന് പറഞ്ഞു. واشهد ان لا اله الا الله البر الكريم الرؤوف الرحيم واشهد ان سيدنا محمدا عبده ورسوله. വീണ്ടും അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് ചെയ്ത് അള്ളാഹുവിന്റെ ചില നാമങ്ങൾ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെയും സാക്ഷ്യം വഹിക്കുന്നു. അബ്ദുഹു വറസൂലുഹു വഹബീബുഹു വഖലീലുഹു. അള്ളാഹുവിന്റെ ഹബീബുമാണ്, ഖലീലുമാണ് അള്ളാഹുവിന്റെ റസൂൽ. അൽ ഹാദി ഇലാ സിറാത്തിൻ മുസ്തഖീം. അതുപോലെ നേരായ മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നവനുമാണ് ഹാദി എന്നുള്ളത്. ഈ ഹാദി എന്നുള്ള നാമം മനസ്സിലാക്കണം. അൽ ഹാദി എന്നുള്ള നാമം ആരുടെയാണ്? അള്ളാഹുവിന്റെയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹാദി അല്ലെങ്കിൽ ഹിദായത്ത് നൽകുന്നവൻ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? ഹിദായത്തു ദലാലയാണ്. ഹിദായത്ത് പ്രധാനമായും 4 തരത്തിലുണ്ട്. അതിൽ 2 അർത്ഥത്തിൽ മനസ്സിലാക്കണം. ഒന്ന്, ഹിദായത്തു ദലാല, അറിയിച്ചു കൊടുക്കാൻ, നേരായ മാർഗം ഏതാണ് എന്ന് അറിയിച്ചു കൊടുക്കുന്നവൻ. 2, ഹിദായത്തു തൗഫീഖ്, ആ ഹിദായത്ത് സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകുന്നവൻ. അള്ളാഹു ഹാദിയാണ്. ഏതർത്ഥത്തിൽ? ഹിദായത്തു തൗഫീഖ്. ഒരാൾ ഈ ഹിദായത്ത് ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകുന്നവൻ ആരാണ്? അള്ളാഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹാദി എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ്? ഹിദായത്തു അദ്ദലാല, ഹിദായത്തിന്റെ മാർഗം ഇതാണ് എന്ന് അറിയിച്ചു കൊടുക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ്.
വദ്ദാഇ ഇലാ ദീനിൻ ഖവീം, ഈ നേരെ ചൊവ്വയുള്ള ദീനിലേക്ക് ക്ഷണിക്കുന്നവൻ. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷണങ്ങൾ പറയാൻ, സ്വലാത്തുല്ലാഹി വസലാമുഹു അലൈഹി വഅലാ സായിരിൻ നബിയ്യിൻ വആലി കുല്ലിൻ വസായിരിസ് സ്വാലിഹീൻ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെയും മുമ്പ് കഴിഞ്ഞ നബിമാരുടെ മേലെയും സലാത്തും സലാമും അവരുടെ കുടുംബങ്ങളുടെ മേലെയും എല്ലാ സ്വാലിഹീങ്ങളുടെ മേലെയും സലാമും സലാത്തും ചൊരിയുന്നു. അങ്ങനെ ഒരു ആമുഖമായിട്ട് ഹംദും സലാത്തും ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നു. അമ്മാ ബഅദു, ശേഷം فقد قال الله تعالى, الله سبحانه وتعالى سورة الذاريات പറഞ്ഞു, وما خلقت الجن والإنس إلا ليعبدون ما أريد منهم من رزق وما أريد أن يطعمون. അള്ളാഹു പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ജിന്ന് വർഗത്തെയോ മനുഷ്യവർഗത്തെയോ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയല്ലാതെ. മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ, അവരിൽ നിന്ന് ഞാൻ ഒരു ഉപജീവനവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, അവരെന്നെ ഭക്ഷിപ്പിക്കണമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് ഉദ്ദേശിക്കുന്നില്ല എന്ന് അള്ളാഹു പറയാൻ. എന്നിട്ട് പറയാണ് ഇമാം നവവി, വഹാദാ തസ്രീഹുൻ ബിഅന്നഹും ഖുലിഖൂ ലിൽ ഇബാദ, ഇത് വ്യക്തമാക്കുന്നതാണ്, ഇത് വ്യക്തമാക്കുകയാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഇബാദത്തിന് വേണ്ടി മാത്രമാണ്, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ്. ഫഹഖ അലൈഹിം അൽ-ഇഅ്തിനാഉ ബിമാ ഖുലിഖൂ ലഹു, അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ മേലെയുള്ള ബാധ്യതയാണ് ഏതൊന്നിനാണോ അവൻ സൃഷ്ടിക്കപ്പെട്ടത് അതിന് ഗൗരവത്തോടു കൂടിയുള്ള പ്രാധാന്യം കൊടുക്കുക, അതിനെ ശ്രദ്ധിക്കുക എന്നുള്ളത്. വലിയ അറാദു അൻ ഹുബൂബി ദുനിയ ബിസ്സഹാദതി, ദുനിയാവിന്റെ വിഭവങ്ങളെ തൊട്ട് ദുനിയാവിന്റെ വസ്തുക്കളെ തൊട്ട് തിരിയുക എന്നുള്ളതും അതിലേക്ക് കൽബ് മുഴുകാതെ തിരിയുക എന്നുള്ളതും, അത് എങ്ങനെ തിരിയണം, അതിനോട് വിരക്തിയോടുകൂടി തിരിയുക എന്നുള്ളത്. ഫഇന്നഹാ ദാറു നഫാദിൻ ലാ മഹല്ലു ഇഖ്ലാദിൻ, കാരണം ദുനിയാവ് എന്നുള്ളത് നശിക്കാനുള്ള ഭവനമാണ്, അതിലൊരിക്കലും ഖുലൂദില്ല, അതിലൊരിക്കലും ശാശ്വതമായി ജീവിതമില്ല. അതുകൊണ്ട് തന്നെ ദുനിയാവിനോട് സുഹൃദ് ഉണ്ടായിരിക്കണം, വിരക്തി ഉണ്ടായിരിക്കണം. വമർകബു ഉബൂരിൻ ലാ മൻസിൽ ഹുബൂരിൻ, ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ കടന്നു പോകാനുള്ള ഒരു യാത്രയിലുള്ള ഒരു വഴി മാത്രമാണ്, ഒരിക്കലും മൻസിൽ ഹുബൂരിൻ ആനന്ദിക്കാനുള്ള, ആസ്വാദനങ്ങളിൽ മുഴുകാനുള്ള, അമിതമായ സന്തോഷത്തിൽ മുഴുകാനുള്ള ഒരു ഭവനമല്ല. വമശ്റഉൻ ഫിസാമിൻ ലാ മൗത്തിനു ദവാമിൻ, വിട്ടുപോകേണ്ട ഒരു കാര്യം മാത്രമാണ്, വിട്ടുപോകേണ്ട ഒരു സ്ഥലം മാത്രമാണ്, ഒരിക്കലും സ്ഥിരമായി താമസിക്കേണ്ട ഒരു സ്ഥലമല്ല. ഫലിഹാദാ കാന ലൈഖാവ മിൻ അഹ്ലിഹാ ഹുമുൽ ഉബ്ബാദ്, അതുകൊണ്ടാണ് ദുനിയാവിന്റെ ആളുകളിൽ യഖ്വത്തുള്ള, ബോധമുള്ള, ചിന്തയുള്ള, ഉൾക്കാഴ്ചയുള്ള ആളുകൾ ഉബ്ബാദുകളായി തീരുന്നത്, അഥവാ അള്ളാഹുവിനെ ധാരാളം ആരാധിക്കുന്ന ആളുകളായി തീരുന്നത്. വഅഖലുൻ നാസി ഫീഹാ ഹുമുസ് സുഹാദ്, അതുകൊണ്ടാണ് കാന ലൈഖാവ മിൻ അഹ്ലിഹാ ഹുമുൽ ഉബ്ബാദ്, ഈ ഭൂമിയിലുള്ള ആളുകളിൽ, ദുനിയാവിന്റെ ആളുകളിൽ ഉണർന്നുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ, ഇതിൽ ചിന്തയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണ്. ദുനിയാവിൽ ഏറ്റവും ബുദ്ധിയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ദുനിയാവിനോട് വിരക്തിയുള്ള ആളുകളുമാണ്, ദുനിയാവിന് ഖൽബിൽ സ്ഥാനം കൊടുക്കാതെ വിരക്തി കാണിക്കുന്നവരാണ്. ഖാലല്ലാഹു തആല, അല്ലാഹു തആല ദുനിയാവിന്റെ ഉപമയായിട്ട് സൂറത്ത് യൂനുസിലെ 24-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഇന്നമാ മസലുൽ ഹയാത്തിദ് ദുനിയ കമാഇൻ അൻസൽനാഹു മിനസ് സമാഇ ഫഖ്തലത ബിഹി, ദുനിയാവിന്റെ ഒരു ഉപമ എന്ന് പറഞ്ഞാൽ ആകാശത്ത് നിന്ന് പെയ്യുന്ന ഒരു മഴ, ആ മഴ പിന്നെ ഭൂമിയിലേക്ക് വീഴുന്നു, അങ്ങനെ അത് കൂടിക്കലരുന്നു. ഫഖ്തലത ബിഹി നബാതുൽ അർളി മിമ്മാ യഅകുലുൻ നാസ് വൽ അൻആം, അങ്ങനെ ആ ഭൂമിയിൽ വീണ് കൂടിക്കലർന്ന് അതിൽ നിന്ന് ചെടികൾ മുളക്കുന്നു, മനുഷ്യരും കന്നുകാലികളും എല്ലാം തിന്നുന്ന. ഹത്താ ഇദാ അഖദത്തിൽ അർദു സുഖ്റുഫഹാ, അങ്ങനെ ഭൂമി അതിന്റെ എല്ലാവിധ അലങ്കാരങ്ങളും അത് പുറത്തു കൊണ്ടുവന്ന് വെളിവാക്കുന്നു. വസയ്യനത് വവന്ന അഹ്ലുഹാ അന്നഹും ഖാദിറൂന അലൈഹാ, അങ്ങനെ അത് ഏറ്റവും നല്ല അലങ്കാരം കൊണ്ട അവസ്ഥയിലാകുമ്പോൾ ആ ഭൂമിയുടെ ആളുകൾ, അവകാശികൾ വിചാരിക്കുന്നു ഇതെല്ലാം ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നതാണ്, ഇതെല്ലാം നിലനിൽക്കുന്നതാണ്, ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതാണ്. എന്നിട്ട് പറയുകയാണ്, അതാഹ അംറുന ലൈലൻ ഔ നഹാറ, അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മുടെ ആ കൽപ്പന വരുന്നു, രാവോ പകലോ. ഫജഅൽനാഹ ഹസീദൻ കഅല്ലം തഗ്ന ബിൽ അംസ്, അങ്ങനെ മുമ്പ് ഇന്നലെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ അതെല്ലാം നശിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകുന്നു. കദാലിക നുഫസ്സിലുൽ ആയാതി ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് നാം ഇത് ദൃഷ്ടാന്തം വിശദീകരിക്കുന്നു എന്ന് അള്ളാഹു പറയാം. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന് പറഞ്ഞ ഒരു ഉപമ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ ഒരു മഴ പെയ്ത് ഭൂമിയിൽ നിന്ന് ചെടിയും കായ്കനികളും എല്ലാം മുളച്ചു വരുമ്പോ ഇപ്പൊ ഒരു കൃഷിക്കാരനെ ആലോചിച്ചാൽ മതി. വേറെ ആയത്തുകളിൽ കൃഷിക്കാരനെ ഉപമിച്ച് സൂറത്തുൽ ഹദീദിലൊക്കെ പറഞ്ഞത് കാണാം.
അതായത് ദുനിയാവിൽ ഏറ്റവും നല്ല വിളവും കായ്ക്കനികളും എല്ലാം മുളച്ചു വരുന്ന, ഇതെല്ലാം ഞങ്ങളുടേതാണ്, ഇതെല്ലാം ഞങ്ങൾക്ക് ആസ്വദിക്കാൻ ലഭിക്കും, അതിന്റെ കായ്ക്കനികൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ ലഭിക്കും എന്ന നിലക്ക് സന്തോഷത്തോടുകൂടി നിൽക്കുമ്പോൾ പെട്ടെന്ന് അതെല്ലാം എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നശിച്ചു പോകുക എന്ന് വിചാരിക്കുക. ഒരു തീ പടർന്നു പിടിച്ചു, അല്ലെങ്കിൽ ഒരു കാറ്റ് കൊണ്ട് നശിച്ചു പോയി വിചാരിക്കുക. അപ്പൊ അവനെന്താ, ഇന്നലെ ഇല്ലാത്ത വിധത്തിൽ അതെല്ലാം ഇല്ല, ഒന്നും ലഭിക്കാത്ത അവസ്ഥയിലാകുന്നു. അതുപോലെയാണ് ദുനിയാവ്. അഥവാ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ദുനിയാവിൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഉണ്ടാകും, നമ്മുടെ ചിന്തകൾ ഉണ്ടാകും, നമ്മുടെ സ്വപ്നങ്ങൾ ഉണ്ടാകും. അതെല്ലാം ഇന്ന് കിട്ടും, ഇന്ന് കിട്ടും, ഇന്ന് കിട്ടും എന്ന നിലക്ക് നമ്മൾ അതിന് പിന്നാലെ പോയിക്കൊണ്ടേയിരിക്കും, അതിന് പണിയെടുത്തുകൊണ്ടേയിരിക്കും. ദുനിയാവിന്റെ കാര്യമാണ് പറയുന്നത്. അതിന്റെ പിന്നാലെ പോകുന്ന ആളുകൾ, എനിക്കിതാ ഇന്ന സ്ഥാനം ലഭിക്കാനുണ്ട്, ഇന്ന സമ്പത്ത് ലഭിക്കാനുണ്ട്, ഇന്ന വസ്തു ലഭിക്കാനുണ്ട്, ഇന്ന സ്ത്രീയെ ലഭിക്കാനുണ്ട്, ഇന്ന കാര്യങ്ങൾ നേടാനുണ്ട്, അതിന്റെ പിന്നാലെ മുഴുകിക്കൊണ്ടേയിരിക്കും. പക്ഷേ പെട്ടെന്നായിരിക്കും അള്ളാഹുവിന്റെ തീരുമാനം. അത് മരണം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിന്റെ നാശം കൊണ്ടായിരിക്കാം, നഷ്ടം കൊണ്ടായിരിക്കാം അള്ളാഹുവിന്റെ തീരുമാനം വന്നെത്തുന്നത്. അപ്പൊ എന്തായി? അവർ നഷ്ടക്കാരായി. ഇതുപോലെയാണ് ദുനിയാവ്. എപ്പോ വേണമെങ്കിലും നമ്മൾ പിരിഞ്ഞു പോകാവുന്ന, വിട്ടുപോകാവുന്ന ഒരു ഭവനമാണ്. എന്നിട്ട് ഇമാം നവവി റഹിമഹുല്ലാഹ് പറയാണ്, വൽ ആയാതു ഫീ ഹാദൽ മഅന കസീറത്തുൻ, ഈ ഒരു ആശയത്തിലെ ഖുർആനിലെ ആയത്തുകൾ ധാരാളമാണ്. വലഖദ് അഹ്സനൽ ഖായിലു, ഇതാ ഏറ്റവും നല്ല രീതിയിൽ ഈ ഒരു കാര്യത്തെ സൂചിപ്പിച്ച ഒരു വാക്ക് കാണാം. സലഫുകളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇമാം നവവി റഹിമഹുല്ലാഹ് ഈ ഒരു ബൈത്ത് പറഞ്ഞിട്ടുള്ളത്. ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതന طلقوا الدنيا وخافوا الفتنة نظروا فيها فلما علموا أنها ليست لحي وطنا جعلوها لجة فاتخذوا صالح الأعمال فيها سفنا إن لله عبادا فطنا. അള്ളാഹുവിന് ചില അടിമകളുണ്ട്, ബുദ്ധിമാനമാരായിട്ടുള്ള, ബുദ്ധിയുള്ളതായിട്ടുള്ള അടിമകൾ. طلقوا الدنيا وخافوا الفتنة, അവർ ദുനിയാവിനെ മൊഴിചൊല്ലി അഥവാ ഒഴിവാക്കി, ആ ദുനിയാവിന്റെ ഫിത്നയെ ഭയപ്പെട്ടുകൊണ്ട്. അഥവാ കൽബിൽ ഒരു സ്ഥാനവും അവർ ആ ദുനിയാവിന് കൊടുത്തിട്ടില്ല, അവർ ആ ദുനിയാവിനെ കൽബിൽ നിന്ന് ഒഴിവാക്കി. ഫനവറു ഫീഹ ഫലമ്മ അലിമു, അങ്ങനെ ആ ദുനിയാവിന്റെ അവസ്ഥയെക്കുറിച്ച് അവർ ഉറ്റാലോചിച്ചുകൊണ്ട് അവർ മനസ്സിലാക്കി, അന്നഹ ലൈസത് ലിഹയ്യിൻ വതന, അത് ജീവിക്കുന്ന ഒരാൾക്കും തന്നെ അത് സ്ഥിരമായി ജീവിക്കാനുള്ളൊരു സ്ഥലമല്ല, ശാശ്വതമായി ജീവിക്കാനുള്ള ഒരു സ്ഥലമല്ല എന്നുള്ള ബോധം അവർക്കുണ്ടായി. ജഅലൂഹാ ലുജ്ജതൻ ഫത്തഖദു സ്വാലിഹൽ അഅമാലി ഫീഹാ സുഫന, അവർ ആ ദുനിയാവിനെ ഒരു കടലായി സങ്കല്പിച്ചു, ആർത്തിരുമ്പുന്ന ഒരു കടൽ, അതിൽ മുറിച്ചു കടക്കാനുള്ള ഒരു കപ്പലായിക്കൊണ്ട് അവർ സൽക്കർമ്മങ്ങളെയും കണ്ടു. അഥവാ ഈ ദുനിയാവ് സൽക്കർമ്മങ്ങൾ കൊണ്ട് മുഴുകി തീർക്കുക എന്നുള്ള നിലക്ക് അവർ അതിനെ മനസ്സിലാക്കി എന്ന്. അപ്പോ ആ ഒരു ബോധം, ഈ ദുനിയാവ് എന്നുള്ളത് നാളത്തെ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു നിമിഷം കൊണ്ട് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകുന്നതാണ് എന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം. നമുക്കറിയില്ല, നമ്മുടെ ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ആളുകൾ, പറയുന്ന ഞാനാവട്ടെ, കേൾക്കുന്ന നിങ്ങളാവട്ടെ, അല്ലെങ്കിൽ ഈ ശബ്ദം ലോകത്തിന്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് കേൾക്കുന്ന ആളുകൾ ആരുമാവട്ടെ, അവരുടെ മരണം ഇന്നാണ് അള്ളാഹു തആല തീരുമാനിച്ചത്. എപ്പോൾ? ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷം മുമ്പ് എഴുതി വെച്ചും അതിനു മുമ്പ് അള്ളാഹുവിന്റെ ഇൽമിൽ കടന്നുപോയിട്ടും അള്ളാഹു തീരുമാനിച്ചത് ഇന്നാണ് എങ്കിൽ നമ്മുടെ ഭാര്യമാരോ നമ്മുടെ മക്കളോ ഭർത്താവോ സമ്പത്തോ കുടുംബമോ ഒന്നും തന്നെ നമുക്ക് നമ്മുടെ ഖബറിൽ ഉണ്ടാവില്ല, പരലോകത്തുണ്ടാവില്ല. അവിടെ അഅമാലു സ്വാലിഹ, സൽക്കർമ്മങ്ങൾ, ചെയ്തു കൂട്ടിയ സൽക്കർമ്മങ്ങൾ, അതാണ് നമ്മോടൊപ്പം ഖബറിൽ നമ്മുടെ കൂട്ടിനായിട്ടുണ്ടാവുക. അപ്പൊ ആ ഒരു ബോധത്തിൽ ജീവിക്കുന്ന ആളുകൾ അവരാണ് ബുദ്ധിമാന്മാർ എന്ന് പറയുകയാണ് ഇമാം നവവി റഹിമഹുല്ലാഹ്. ഈ ഒരു ബൈത്ത് പറഞ്ഞ ആളുകളെ പറ്റി പറയാണ്. ഇങ്ങനെയുള്ള ആളുകൾ ആരാണെന്ന് പറഞ്ഞാൽ, ഫൈദാ കാന ഹാലുഹാ മാ വസഫ്തുഹു, ഇവരുടെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്ന പോലെ, വിശേഷിപ്പിച്ചതുപോലെയാണ്. എങ്ങനെയായിരിക്കും അവർ ഉണ്ടാവുക എന്നുള്ളത്. വഹാലുനാ വമാ ഖുലിഖ്നാ ലഹു മാ ഖദ്ദംതുഹു, നമ്മുടെ അവസ്ഥ, നമ്മൾ എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളതാ ഞാൻ മുമ്പേ ആമുഖമായി പറഞ്ഞതാണ്. ഫഹഖ്ഖുൻ അലൽ മുകല്ലഫി അൻ യദ്ഹബ ബിനഫ്സിഹി മദ്ഹബൽ അഖ്യാർ, അതുകൊണ്ട് തന്നെ മുക്കല്ലഫിന്റെ മേലെ, മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ വിചാരണ ചെയ്യപ്പെടാൻ യോഗ്യരായിട്ടുള്ള ആളുകൾ, രണ്ടു കൂട്ടരാണത്. ആരൊക്കെയാണ്? ഒന്ന് ജിന്ന് വർഗം, രണ്ട് മനുഷ്യവർഗം, അവരാണ് മുക്കല്ലിഫീങ്ങൾ. നാളെ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്ന ആളുകൾ. അങ്ങനെ വിചാരണ ചെയ്യപ്പെടാൻ യോഗ്യത നേടിയിട്ടുള്ള ആളുകളുടെ മേലെയുള്ള ബാധ്യതയാണ് മുൻഗാമികളിൽ ശ്രേഷ്ഠരായ ആളുകൾ ഏതൊരു മാർഗത്തിലാണോ പോയത് ആ മാർഗത്തിൽ അവരെ പിൻപറ്റുക എന്നുള്ളത്. വയസ്ലുകു മസ്ലക ഉലിൻ നുഹാ വൽ അബ്സാർ, അതുപോലെ തന്നെ ബുദ്ധിയുള്ള, ഉൾക്കാഴ്ചയുള്ള ആളുകളുടെ ആ സഞ്ചാര പാത ഏതാണോ ആ പാത സ്വീകരിക്കുക എന്നുള്ളത്.
വയതഅഹബ ലിമാ അശർതു ഇലൈഹി, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെയുള്ള കാര്യങ്ങളെ കൊണ്ട് ഒരുങ്ങുക എന്നുള്ളത്, പരലോകത്തിലേക്ക് വിഭവം ഒരുക്കുക എന്നുള്ളത്. വയഹ്തമ്മ ബിമാ നബ്ബഹ്തു അലൈഹി, ഞാൻ മുമ്പ് താക്കീത് നൽകിയതുപോലെ ഓർമ്മപ്പെടുത്തിയതുപോലെയുള്ള കാര്യങ്ങൾ ഗൗരവത്തിൽ എടുക്കുക എന്നുള്ളത്. വാസ്വബു ത്വരീഖിൻ ലഹു ഫീ ദാലിക്, ഏറ്റവും ശരിയായ മാർഗം അതിനുള്ളത്, അഥവാ ആ പരലോക വിജയത്തിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും ശരിയായ മാർഗം എന്നുള്ളത്. വാ അർഷദു മാ യസ്ലുഖുഹു മിനൽ മസാലിക്, ഈ സഞ്ചരിക്കാനുള്ള പാതയിൽ ഏറ്റവും നല്ല പാത എന്നുള്ളത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തഅദ്ദുബു ബിമാ സഹ്ഹ അനിൻ നബിയിനാ സയ്യിദിൽ അവ്വലീന വൽ ആഖിരീൻ വഅക്രമിസ് സാബിഖീന വൽ ലാഹിഖീൻ. എന്താണ് അതിനുള്ള മാർഗം? എങ്ങനെയാണ് ആ മാർഗം നമ്മൾ ഉണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ തെരഞ്ഞെടുക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്. ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ആദ്യക്കാരുടെയും അവസാനക്കാരുടെയും സയ്യിദാണ്. ആദ്യക്കാരെ അവസാനക്കാരെ സയ്യിദ് എന്ന് പറഞ്ഞാൽ എന്താ? ആദം നബി അലൈഹി ഇസ്ലാം ആവട്ടെ, നൂഹ് നബി അലൈഹി ഇസ്ലാം, ആദ്യത്തെ റസൂൽ നൂഹ് നബി അലൈഹി ഇസ്ലാം മുതലുള്ള എല്ലാ ആളുകളുടെയും, നൂഹ് നബി അലൈഹി ഇസ്ലാം ഏത് സമൂഹത്തിലേക്കാണോ വന്ന് ആ സമൂഹത്തിന്റെ ആളുകളെയും സയ്യിദ് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കാരണം പരലോകത്ത് എല്ലാ കൂട്ടരും വരിക ആരുടെ അടുക്കലേക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്കാണ്, അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. അന സയ്യിദു വലദി ആദം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വാക്രമിസ് സാബിഖീന വൽ ലാഹിഖീൻ, മുൻപ് മരണപ്പെട്ടു പോയവരാവട്ടെ ഇനി വരുന്ന ആളുകളാവട്ടെ അവരിൽ എല്ലാം ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്ഥിരപ്പെട്ട അദബുകൾ പഠിച്ച് പ്രാവർത്തികമാക്കലാണ് ഈ പരലോക വിജയത്തിന് ഒരേ ഒരു മാർഗം. സ്വലവാത്തുല്ലാഹി വസ്സലാമുഹു അലൈഹി വഅലാ സായിരി നബിയീൻ വഖദ് ഖാല അല്ലാഹു തആല. എന്നിട്ട് ഇമാം നവവി റഹിമഹുല്ലാ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഈ ഹദീസ് കിതാബ് ക്രോഡീകരിച്ചത് എന്ന് പറയുകയാണ്. അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു വതആവനു അലൽ ബിർരി വത്തഖ്വ. അള്ളാഹു പറഞ്ഞു, ബിറിന്റെയും പുണ്യത്തിന്റെ വിഷയത്തിലും തഖ്വയുടെ വിഷയത്തിലും നിങ്ങൾ പരസ്പരം സഹായിക്കുക, നിങ്ങൾ പരസ്പരം സഹായിക്കണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ മാഇദ 2-ാമത്തെ ആയത്താണ്. അഥവാ ദീനിയായിട്ടുള്ള ഏതൊരു മേഖലയാവട്ടെ, ദീന് പഠിക്കലാവട്ടെ, പ്രാവർത്തികമാക്കലാവട്ടെ, ദഅവത്താവട്ടെ, എന്ത് കാര്യത്തിനാവട്ടെ പരസ്പരം സഹായിച്ചുകൊണ്ട്. വഖദ് സഹ്ഹ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്നു, അവിടുന്ന് പറഞ്ഞു, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. അള്ളാഹു ഒരു അടിമയെ സഹായിച്ചുകൊണ്ടേയിരിക്കും. ഒരടിമ അവന്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ ഒരടിമ അവന്റെ സഹോദരനെ സഹായിക്കുന്നുവോ അള്ളാഹുവിന്റെ സഹായം അവനുണ്ടാകും. അപ്പോ ഏറ്റവും ഒരു അടിമക്ക് മറ്റൊരാളോട് ചെയ്യാൻ പറ്റുന്ന സഹായം എന്താണ്? അവൻ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, അവന് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അവന് ഖൈറുകൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ കിതാബ് എഴുതാനുള്ള കാരണം അറിയിക്കുക. വഅന്നഹു ഖാല, മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദല്ല അലാ ഖൈറിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി, ഒരു നന്മ അറിയിക്കുന്നവന് അത് പ്രവർത്തിക്കുന്നവന്റെ പോലെ തന്നെ പ്രതിഫലമുണ്ട്. വഅന്നഹു ഖാല, മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദആ ഇലാ ഹുദൻ കാന ലഹു മിനൽ അജ്രി മിസ്ലു ഉജൂരി മൻ തബിഅഹു ലാ യൻഖുസു ദാലിക മിൻ ഉജൂരിഹിം ഷൈഅ. ആരെങ്കിലും ഒരു നേർമാർഗത്തിലേക്ക് ഒരാളെ ക്ഷണിക്കുകയാണ് എങ്കിൽ അത് പിൻപറ്റിയവന് ആ ക്ഷണിച്ചവന് ആ പിൻപറ്റിയവരുടെ പോലെ തന്നെ പ്രതിഫലം ഉണ്ടാകും, പിൻപറ്റിയവരുടെ പ്രതിഫലത്തിൽ കുറവുണ്ടാകില്ല. വഅന്നഹു ഖാല ലി അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മഹത്തായ ഒരു വാക്ക്, ഫവല്ലാഹി ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക് മിൻ ഹുംരിൻ നഅം. നിനക്ക് നീ കാരണത്താൽ ഒരാൾ ഹിദായത്തിലാവുക എന്നുള്ളതാണ് ഏറ്റവും മൂല്യവത്തായി എന്ന് കണ്ടിരുന്ന ഒട്ടകങ്ങൾ, അതിനേക്കാൾ നിനക്ക് ഉത്തമമായിട്ടുള്ളത് എന്ന്. അപ്പൊ ഈ ഹദീസുകളൊക്കെ അറിയിക്കുന്ന കാര്യം എന്താണ്? മറ്റൊരാൾക്ക് ദീനിയായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം, ഖൈറിലേക്ക് ക്ഷണിക്കണം, ഹിദായത്തിനുള്ള കാരണങ്ങൾ ഒരുക്കണം. അതുപോലെ തന്നെ അത് മറ്റുള്ളവരോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു സഹായമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഈ ഹദീസുകളുടെയും വതആവനു അലൽ ബിർരി വത്തഖ്വ എന്നുള്ള ഈ ആയത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഹദീസ് ഗ്രന്ഥം ഞാൻ ക്രോഡീകരിക്കാനുള്ള കാരണം എന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ് പറയാം. എന്നിട്ട് ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നു, ഫറഅയ്തു അൻ അജ്മഅ മുഖ്തസറൻ മിനൽ അഹാദീസ് സ്വഹീഹ. അങ്ങനെ ഞാൻ മനസ്സിലാക്കി, ഞാൻ ഉദ്ദേശിച്ചു എന്തിന്? ക്രോഡീകരിക്കാൻ, സഹീഹായ ചില ഹദീസുകൾ ചുരുങ്ങിയ നിലക്ക് ക്രോഡീകരിക്കാൻ. മുസ്തമിലൻ അലാ മാ യകൂനു ത്വരീഖൻ ലിസാഹിബിഹി ഇലൽ ആഖിറ. എങ്ങനത്തെ ഹദീസുകളായിരിക്കണം അത്? അത് വായിക്കുന്ന ഒരാൾക്ക്, അത് പഠിക്കുന്ന ഒരാൾക്ക് പരലോകത്തേക്ക് എത്തിക്കുന്ന, വഴി കാണിക്കുന്ന ഒരു കിതാബായിരിക്കണം. വമുഹസ്സിലൻ ലി ആദാബിഹി അൽ ബാത്തിനതി വദ്ദാഹിറ. അതുപോലെ തന്നെ അവന്റെ ഏറ്റവും നല്ല അദബുകൾ,
അവന് രഹസ്യമായിട്ടുള്ളതാവട്ടെ, കൽബിന്റെ ആവട്ടെ, പരസ്യമായിട്ടുള്ളതാവട്ടെ, അങ്ങനെയുള്ള അദബുകൾ, നല്ല അദബുകൾ പഠിപ്പിക്കുന്നത്. ജാമിഅൻ ലിത്തർഗീബി വത്തർഹീബ് വസായിരി അൻവാഇ ആദാബിസ് സാലിക്കീൻ. അതുപോലെ നന്മകൾ ചെയ്യാൻ, തർഹീബ് എന്ന് പറഞ്ഞാൽ പ്രോത്സാഹനം ലഭിക്കുന്ന, പാപങ്ങളിൽ നിന്ന് ഒഴിവാകാൻ ഭയപ്പാടുണ്ടാക്കുന്ന തെർഹീബ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന, അതുപോലെ അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ ഉപകരിക്കുന്ന എന്തെല്ലാം ആദാബുകളുണ്ടോ അതെല്ലാം പഠിപ്പിക്കുന്ന നിലക്കുള്ള ഒരു കിതാബ്. പിന്നെ ഹാദിസ് സുഹദ്, സുഹദിനെ അറിയിക്കുന്ന ഹദീസുകൾ അഥവാ ഭൗതിക വിരക്തി. വരിയാവാത്തിൻ നുഫൂസ്, മനസ്സിനെ പരിശീലിപ്പിക്കുന്ന, പാകപ്പെടുത്തുന്ന രീതിയിലുള്ള ഹദീസുകൾ. വതഹ്ദീബിൽ അഖ്ലാഖ്, സ്വഭാവത്തെ നന്നാക്കിയെടുക്കുന്ന ഹദീസുകൾ. വതഹാറാത്തിൽ ഖുലൂബി വഇലാജിഹാ, കൽബിനെ ശുദ്ധീകരിക്കുന്ന, കൽബിനെ ശമനം കൊടുക്കുന്ന, ശമനം വരുത്തുന്ന, ചികിത്സിക്കുന്ന തരത്തിലുള്ള ഹദീസുകൾ. വസിയാനത്തിൽ ജവാരിഹി വഇസാലത്തി വിജാജിഹാ, ബാഹ്യമായിട്ടുള്ള അവയവങ്ങളെ ഏറ്റവും നല്ല രീതിയിലാക്കുന്ന, അതിന്റെ വക്രതകളെ ഇല്ലാതാക്കുന്ന. വഗൈരി ദാലിക മിൻ മഖാസിദിൽ ആരിഫീൻ, അതുപോലെ തന്നെ അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ആരിഫീങ്ങൾ അവർ ലക്ഷ്യം വെക്കുന്ന എന്തൊക്കെയാണോ അതുമായി ബന്ധപ്പെട്ട ഹദീസുകളെല്ലാം ക്രോഡീകരിച്ചിട്ടുള്ള ഒരു കിതാബ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഹദീസുകൾ ക്രോഡീകരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചു എന്ന് പറയുകയാണ്. എന്നിട്ട് ഇമാം നബവി പറയുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ നിർബന്ധപൂർവ്വം എടുത്തിട്ടുള്ള ഒരു തീരുമാനം, ഇത് ക്രോഡീകരിക്കുമ്പോൾ വ്യക്തമായ സ്വഹീഹായ ഹദീസുകൾ മാത്രമേ ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇമാം നബവി പറയുന്നത് അങ്ങനെയുള്ള ഹദീസുകളാണ് തെരഞ്ഞെടുത്തിട്ടുള്ളതെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 40ഓളം ഹദീസുകൾ ഇതിൽ വഈഫായി വന്നിട്ടുണ്ട്, പല കാരണങ്ങളാൽ വന്നിട്ടുണ്ട്. എന്നാലും പരിശോധിക്കുമ്പോൾ 1900 വരുന്ന ഹദീസുകളിൽ 40 ഹദീസുകൾ മാത്രമേ ദുർബലമായ നിലക്ക് വന്നിട്ടുള്ളൂ. കാരണം വേറെ കിതാബുകൾ നോക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഹദീസുകളുണ്ട്, അധികം ക്രോഡീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ രീതിയിൽ സ്വഹീഹായത് എന്ന നിലക്ക് ക്രോഡീകരിച്ചതാണ്. മുവാഫൻ ഇലൽ കുതുബി സഹീഹത്തിൽ മഷ്ഹൂറാത്ത്, വളരെ പ്രശസ്തമായിട്ടുള്ള സഹീഹായ കിതാബുകളിലുള്ള ഹദീസുകളാണ് ക്രോഡീകരിച്ചിട്ടുള്ളത്. ഓരോ ബാബുകളായിട്ടാണ് ഇത് തിരിച്ചിട്ടുള്ളത്. അഥവാ ഓരോ വിഷയം ഓരോ തലക്കെട്ടായി കൊടുത്ത് അതിന്റെ കീഴിൽ വേറെ ചില ഫസ്ലുകളായി കൊടുത്ത് ആ ബാബുകൾക്ക് കീഴിൽ അതുമായി ബന്ധപ്പെട്ട ആയത്തുകളും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓർമ്മപ്പെടുത്തേണ്ട വളരെ മൂല്യവത്തായിട്ടുള്ള ചില ഓർമ്മപ്പെടുത്തലുകൾ, ചിലപ്പോൾ ചില വാക്കിന്റെ അർത്ഥമായിരിക്കാം, അല്ലെങ്കിൽ ചില വാക്കിന്റെ ഉച്ചാരണമായിരിക്കാം. വബുത്ത് എന്ന് പറഞ്ഞ ഹറക്കത്ത്, ഉച്ചാരണങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ച് വ്യക്തമാക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. കാരണം ചില ഹദീസുകൾ ഗരീബായ വാക്കുകൾ ധാരാളം ഉണ്ടാവും. അഥവാ അങ്ങനെ അറബിയിൽ പരിചയമില്ലാത്ത, ഉപയോഗിക്കാത്ത വാക്കുകൾ, ആശയം പെട്ടെന്ന് മനസ്സിലാക്കാത്ത കാര്യങ്ങൾ, അതിനെല്ലാം ഇമാം നവവി തന്നെ ചെറിയൊരു തഅലീഖോട് കൂടിയാണ് ഈ കിതാബിൽ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പറയുന്നു, ഏതെങ്കിലും ഹദീസിന്റെ അവസാനത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുത്തഫഖുൻ അലൈഹി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഫമഅനാഹു, അതിന്റെ ഉദ്ദേശം റവാഹുൽ ബുഖാരി വ മുസ്ലിം, ബുഖാരിയും മുസ്ലിമും ഒരുമിച്ച് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകൾക്കാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഏകദേശം 900 ചില്ലാനം ഹദീസുകൾ ഇതിൽ മുത്തഫഖുൻ അലൈഹിയാണ്. വഅർജു, എന്നിട്ട് അത് അവസാനിപ്പിക്കുകയാണ് മുഖദ്ദിമ ഇമാം നവവി റഹിമഹുല്ലാ. വഅർജു, ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു, ഇൻ തമ്മ ഹാദൽ കിതാബ് അൻ യകൂന സായിഖൻ ലിൽമുഅ്തനി ബിഹി ഇലൽ ഖൈറാത്ത്, ഈ കിതാബ് പൂർത്തിയായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന, ഈ കിതാബ് വായിക്കുകയോ അല്ലെങ്കിൽ പഠിക്കുകയോ ചെയ്യുന്ന ഒരാൾ, അവന് ഖൈറുകളിലേക്ക് വഴിയൊരുക്കുന്ന അല്ലെങ്കിൽ അതിന് ഉപകരിക്കുന്ന ഒരു കാര്യമായി ഇത് മാറണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹാജിസൻ ലഹു അൻ അൻവാഇൽ ഖബാഇഹി വൽ മുഹ്ലികാത്ത്, നശിപ്പിക്കുന്ന, നാശകരമായിട്ടുള്ള, മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങൾ അവനെ പിടിച്ചു നിർത്തുന്ന ഒരു കാര്യമായിട്ട് ഈ കിതാബ് മാറട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വഅന സായിലുൻ അഖൻ ഇൻതഫഅ ബിശൈഇൻ മിൻഹു, എന്നിട്ട് ഇമാം നവവി റഹിമഹുല്ലാ ഇത് വായിച്ചു തീർക്കുന്ന അല്ലെങ്കിൽ വായിക്കുന്ന, പഠിക്കുന്ന ഓരോരുത്തരുമായി പറയാണ്, ഞാൻ ചോദിക്കുന്നു, ഇമാം നവവി പറയാണ്, ഞാൻ ചോദിക്കുന്നു, ഏത് സഹോദരനാണോ ഇതുകൊണ്ട് ഉപകാരം നേടുന്നത്, ഇത് വായിക്കുന്നത്, പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ബിശൈഇൻ മിൻഹു, ഇതിൽ നിന്ന് എന്തെങ്കിലും ഉപകാരം എടുക്കുന്നത്, അയ്യദ്ഉ വലി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി. അല്ലാഹുമ്മ അർഹംഹു, അല്ലാഹു ഇമാം നവവിക്ക് കാരുണ്യം ചൊരിയുകയും ഇത് അദ്ദേഹം ചെയ്ത നന്മകൾക്ക് അർഹമായ പ്രതിഫലം നൽകുകയും സ്വർഗത്തിൽ അദ്ദേഹത്തെയും നമ്മളെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. അദ്ദേഹം പറയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. വലിവാലിദയ്യ, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ, അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കട്ടെ. വമശായിഖി വസായിരി അഹ്ബാബിന വൽ മുസ്ലിമീന അജ്മഈൻ,
അദ്ദേഹത്തിന്റെ ഉസ്താദുമാർക്കും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ആളുകൾക്കും എല്ലാ മുസ്ലിമീങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഇമാം നവവി റഹിമഹുള്ള വസിയത്ത് ചെയ്യുകയാണ്. നമ്മളെല്ലാം നമ്മുടെ ദുആകളെല്ലാം ഉൾപ്പെടുത്തേണ്ട കാര്യമാണ് എല്ലാ മുസ്ലിമീങ്ങൾക്കും. വഅലല്ലാഹിൽ കരീം ഇഅ്തിമാദി, എന്നിട്ട് ഇമാം നവവി പറയുന്നു, അള്ളാഹുവിലാണ്, കരീമായ അള്ളാഹുവിലാണ് ഞാൻ പൂർണ്ണമായി ആശ്രയിക്കുന്നത്. വഇലൈഹി തഫ്വീളി വസ്തിനാദി, അവനിലേക്കാണ് എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഏൽപ്പിക്കുന്നത്. വഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, അവന്റെ മേലാണ് ഞാൻ ബരമേൽപ്പിക്കുന്നത്, ഏറ്റവും ബരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമനാണ് അവൻ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹക്കീം, അസീസും ഹക്കീമുമായ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കഴിവും ശക്തിയുമില്ല എന്ന് പറഞ്ഞ് ഇതിന്റെ മുഖദ്ദിമ ഇമാം നവവി റഹിമഹുല്ലാ അവസാനിപ്പിക്കുന്നു. ഇനി നമുക്ക് കിതാബിലേക്ക് കടക്കാം. അപ്പൊ ഈ മുഖദ്ദിമയിൽ പറഞ്ഞതുപോലെ ഈ ഒരു കിതാബ് വായിച്ചു തീർന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അങ്ങേയറ്റം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ദുനിയാവിനോടുള്ള വിരക്തി, അതേപോലെ ഏറ്റവും നല്ല സ്വഭാവങ്ങൾ, സൽക്കർമ്മങ്ങൾക്കുള്ള പ്രോത്സാഹനം, നിഷിദ്ധങ്ങളോടുള്ള താക്കീത്, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു കിതാബ് ഇമാം നവവി റഹിമഹുല്ലാ ക്രോഡീകരിച്ചിട്ടുള്ളത്. ഓരോ ബാബുകളായി കൊടുത്തിട്ടുണ്ട്. ചില ബാബുകളിൽ വിശാലമായ മറ്റു പല കാര്യങ്ങളും ചെറിയ ബാബുകളായി കൊടുത്തിട്ടുണ്ട്. ഓരോ ബാബുകൾക്ക് കീഴിലും ആയത്തുകൾ ആദ്യം കൊടുത്തിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും വളരെ ഉപകാരപ്രദമായിട്ടുള്ള, ഇത് മുസ്ലിമീങ്ങളുടെ വീടുകളിൽ ആവർത്തിച്ച് വായിക്കേണ്ടതായിട്ട് എഴുതിയിട്ടുള്ള കിതാബാണ്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല പണ്ഡിതന്മാരും അവരുടെ കിതാബുകൾ ലഘുവായിട്ടും എളുപ്പത്തിലും എഴുതുന്നതിന്റെ ഒരു ഉദ്ദേശം മുസ്ലിമീങ്ങൾ അവരുടെ വീടുകളിൽ ഇത് വായിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ്. ഇപ്പോ സലാഹുൽ ഉസൂലിനെ പറ്റി, കിതാബ് തൗഹീദിനെ പറ്റി ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാനെയോ അതോ ഉലമാക്കളോ പറയണം, അത് വീടുകളിൽ ആവർത്തിച്ച് വായിക്കേണ്ടതാണ്. റിയാദുസ് സാലിഹീൻ അതുപോലെ ആവർത്തിച്ച് വായിക്കേണ്ടതാണ്. എന്നാലാണ് കൂടുതൽ ദീനിലേക്ക് അടുക്കുന്ന, കൂടുതൽ കാര്യങ്ങൾ അറിയുന്ന, സുന്നത്തുകളെ അറിയുന്ന, ജീവിതത്തിൽ പകർത്തേണ്ടതായ കാര്യങ്ങളെ അറിയുന്ന, അദബുകളെ അറിയുന്ന, ഫവായിലുകൾ അറിയുന്ന, അതുപോലെ തന്നെ ഹറാമുകളെ കുറിച്ചുള്ള താക്കീതുകൾ അറിയുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ കേട്ടുകൊണ്ടേയിരിക്കണം. ആ ഹദീസുകൾ വഹ്യാണ്. ആ ഹദീസുകൾ നമ്മൾ കേൾക്കണം, ഹദീസിന്റെ കിതാബുകൾ വായിക്കണം, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന ഹജ്ജത്തുൽ വിദായിൽ മിനയിൽ വെച്ചിട്ടുള്ള ഖുതുബയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അവസാനത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്നിൽ നിന്നൊരു കലാം കേട്ടുകൊണ്ട് അത് മറ്റുള്ളവർക്ക് എത്തിക്കുന്നവന്റെ അള്ളാഹു അവന്റെ മുഖം പ്രകാശിപ്പിക്കട്ടെ എന്നുള്ളത്. അപ്പൊ അത്രയും മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ് ഹദീസുകൾ വായിക്കുക, കേൾക്കുക, മറ്റുള്ളവർക്ക് എത്തിക്കുക എന്നുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ബാബിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ബാബ്, ബാബുൽ ഇഖ്ലാസി വ ഇഹ്ദാരിൻ നിയ്യ ഫി ജമീഇൽ അഅമാലി വൽ അഖ്വാലിൽ ബാരിസത്തി വൽ ഖഫിയ്യ. ഇഖ്ലാസുമായി ബന്ധപ്പെട്ടിട്ടാണ്. ബാബുൽ ഇഖ്ലാസ്, ഇഖ്ലാസുമായി ബന്ധപ്പെട്ട ബാബാണ്. അത് മാത്രമല്ല വഇഹ്ദാരിൻ നിയ്യ, ഒരുത്തന്റെ നിയ്യത്ത് എന്താകണം എന്നുള്ളത്. ഫി ജമീഇൽ അഅമാലി വൽ അഖ്വാൽ, എല്ലാ പ്രവർത്തനങ്ങളിലും സംസാരങ്ങളിലും, അൽ ബാരിസത്തി വെളിവായതാവട്ടെ, വൽ ഖഫിയ്യ ഗോപ്യമായതാവട്ടെ, ഏത് തരത്തിലാവട്ടെ അതിലെല്ലാമുള്ള ഇഖ്ലാസും നിയ്യത്തും എന്താണ് എന്നുള്ളതാണ്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇഖ്ലാസ്, നിയ്യ എന്നുള്ളത്. ഇത് എല്ലാത്തിന്റെ അടിസ്ഥാനമാണ്. ഏതൊരു അമൽ എടുത്തു നോക്കിയാലും, അല്ലെങ്കിൽ ഏതൊരു ഹുക്ം എടുത്തു നോക്കിയാലും, ഏതൊരു വിധി എടുത്തു നോക്കിയാലും, എന്തെടുത്തു നോക്കിയാലും അതിന്റെ എല്ലാം അവസാനം ചെന്ന് നിൽക്കുന്നത് ഒരാളുടെ ഇഖ്ലാസും നിയ്യത്തും എന്താണ് എന്നുള്ളതാണ്. എന്താണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ? ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഇഫ്റാദുല്ലാഹി സുബ്ഹാനഹു വ തആല ബിൽ ഖസ്ദ്, ലക്ഷ്യത്തിൽ അള്ളാഹുവിനെ മാത്രം ഏകനാക്കുന്നതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. അള്ളാഹുവിനെ മാത്രം ലക്ഷ്യമാക്കി വെക്കുന്നതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. വഹുവ യുരീദുൽ അബ്ദു ബിതാഅതിഹി തഖറബ ഇലല്ലാഹി ദൂന ശൈഇൻ ആഖർ. എന്താണ്? ഒരു അടിമ അള്ളാഹുവിനെ അനുസരിക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ സാമീപ്യം അല്ലാതെ ഒന്നും അവൻ ആഗ്രഹിക്കാത്ത അവസ്ഥ, അതാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഈ ബാബിന്റെ തലക്കെട്ടിൽ അല്ലെങ്കിൽ ഈ ബാബിൽ ആദ്യം കൊടുത്തിട്ടുള്ള ആയത്തുകൾ, ഖാല അല്ലാഹു തആല പറഞ്ഞു, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത വയുത്തുസ് സക്കാ വദാലിക ദീനുൽ ഖയ്യിമ. സൂറത്തുൽ ബയ്യിനയിലെ 5-ാമത്തെ ആയത്താണ്. നമ്മൾ ഈ കിതാബ് വായിക്കുമ്പോൾ ഇമാം നവവി റഹിമഹുല്ലാഹ് ഏതൊരു ഉദ്ദേശത്തിലാണോ ഇത് എഴുതിയിട്ടുള്ളത് ആ ഉദ്ദേശത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നമ്മൾ വായിക്കുന്നുള്ളൂ. ചിലപ്പോൾ ചില ഹദീസുകളൊക്കെ ധാരാളം അഹ്കാമുകളെ പറ്റി ചർച്ച ചെയ്യുന്നതും, അല്ലെങ്കിൽ ഫിഖ്ഹിന്റെ ബാബിൽ ചർച്ച ചെയ്യപ്പെടുന്നതും, അല്ലെങ്കിൽ വേറെ കുറെ കാര്യങ്ങൾ പറയുന്നൊക്കെ ഉണ്ടാകും. പക്ഷെ ഇമാം നവവി റഹിമഹുല്ലാഹ് ഏതൊരു ഉദ്ദേശത്തിലാണോ ഈ ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുള്ളത് ആ ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഹദീസിന്റെ ഗ്രന്ഥം പഠിക്കുന്നത്, അത് വിശദീകരിക്കുന്നത്.
ഇതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് വമാ ഉമിറു, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല, പ്രത്യേകിച്ചും അഹ്ലുൽ കിതാബിനോട്, ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവിനെ ഇഖ്ലാസോട് കൂടി ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ. ഹുനഫാ എന്ന് പറഞ്ഞാൽ ഹനീഫ് എന്നുള്ളതിന്റെ ജംആണ്. ഹനീഫ് എന്ന് പറഞ്ഞാൽ മാഇലൻ അൻ ശിർക്ക് ജാനിഹൻ ഇല തൗഹീദ്, ഷിർക്കിൽ നിന്ന് പൂർണ്ണമായി തെറ്റി തൗഹീദിലേക്ക് പൂർണ്ണമായി വീഴുന്നതിനാണ് ഹനീഫ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ളവനാണ് ഹനീഫ്, അവന്റെ ജംആണ് ഹുനഫാ എന്നുള്ളത്. അഥവാ ഷിർക്കിന്റെ ഒരു അംശമില്ല, തൗഹീദ് പൂർണ്ണമാക്കിയവൻ. വയുഖീമുസ്സലാ, നിസ്കാരം നിർവഹിക്കുക, സക്കാത്ത് നൽകുക. അപ്പൊ ആദ്യം അല്ലാഹു തആല ഇതിൽ ഇബാദത്തിനെ പറ്റി പറഞ്ഞു. ആ ഇബാദത്ത് ഇഖ്ലാസോട് കൂടിയുള്ളതായിരിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് അതിൽ ഏറ്റവും മഹത്തരമായ തൗഹീദിനെ പറ്റി പറഞ്ഞു. പിന്നെ അഅമാലുകളെ, അവയവങ്ങളുടെ കർമ്മങ്ങളിൽ നിസ്കാരത്തെ പറ്റിയും സമ്പത്തിന്റെ കർമ്മങ്ങളിൽ സക്കാത്തിനെ പറ്റിയും പറഞ്ഞു. വദാലിക ദീനുൽ ഖയ്യിമ, അതാണ് നേരെ ചൊവ്വയുള്ള ദീൻ. അഥവാ ആദ്യം ഇബാദത്തിനാണ് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത്, പക്ഷെ എങ്ങനെയുള്ളതായിരിക്കണം? ഇഖ്ലാസോട് കൂടിയുള്ളതായിരിക്കണം. അതിനുശേഷമാണ് ഓരോ കാര്യങ്ങളും വരുന്നത്. അപ്പൊ ഹുനഫ എന്ന് പറഞ്ഞാൽ എല്ലാ ഷിർക്കിന്റെ അംശത്തിൽ നിന്നും തെറ്റി തൗഹീദിലേക്ക് പൂർണ്ണമായി വീഴുന്നത്. വഖാല തആല, മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലൻ യനാല അല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. സൂറത്തുൽ ഹജ്ജിലെ 37-ാമത്തെ ആയത്താണ്. ആ അറവ് മൃഗങ്ങളുടെ, അഥവാ ഹജ്ജിനാവട്ടെ അല്ലെങ്കിൽ അറവ് മൃഗങ്ങളുടെ പിന്നെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് അറക്കുന്ന മൃഗങ്ങളുടെ മാംസമോ രക്തമോ അല്ല അള്ളാഹുവിന്റെ അടുക്കൽ എത്തുന്നത്. യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളിലുള്ള തഖ്വയാണ് എന്നുള്ളത്. ഈ ആയത്തിറങ്ങാനുള്ള സാഹചര്യം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. കാന അഹ്ലുൽ ജാഹിലിയ്യ يلطخون البيت بدماء البدن فأراد المسلمون أن يفعلوا ذلك فنزلت هذه الآية. ജാഹിലിയ കാലഘട്ടത്തിൽ അവർ ഹജ്ജ് നിർവഹിക്കാറുണ്ട്, അറവ് നടത്താറുണ്ട്. ആ അറവ് നടത്തിയാൽ അതിന്റെ രക്തമെടുത്ത് കാബയുടെ മേലെ അവർ എന്ത് ചെയ്യാറുണ്ട്? അത് ആക്കാറുണ്ട്, തേക്കാറുണ്ട്. അറവ് നടത്തിയെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അവർ കാബയുടെ അടുക്കൽ ആ രക്തം തേക്കുന്ന അല്ലെങ്കിൽ അത് കോരി ഒഴിക്കുന്ന ഒക്കെ ഒരു അവസ്ഥ, മാംസം എടുത്ത് എറിയുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് മുസ്ലിമീങ്ങൾ അത് അങ്ങനെ ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അറവ് നടത്തി കഴിഞ്ഞാൽ അത് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തു എന്ന് അറിയിക്കാൻ വേണ്ടി ചില മുസ്ലിമീങ്ങളും ആദ്യകാലത്ത് അങ്ങനെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു. അങ്ങനെ ഉദ്ദേശിച്ചപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത്. ഈ അറവ് നടത്തുന്നതിന്റെ മാംസമോ രക്തമോ അല്ല അള്ളാഹുവിന്റെ അടുക്കൽ എത്തുന്നത്. എന്താണ്? നിങ്ങൾ അത് ഏതൊരു ഉദ്ദേശത്തിലാണ് ചെയ്തത്? തഖ്വ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇഖ്ലാസോട് കൂടിയാണോ അള്ളാഹുവിന് വേണ്ടിയാണോ ചെയ്യുന്നത്? അതിനു വേണ്ടിയിട്ടാണ്. അതിലാണ് ഈ ആയത്ത് ഇറങ്ങിയത്. വഖാല തആല, മറ്റൊരായത്തിൽ കാണാം, ഖുൽ ഇൻ തുഖ്ഫൂ മാ ഫീ സുദൂരികും ഔ തുബ്ദൂഹു യഅലമുഹുല്ലാഹ്. സൂറത്ത് ആല ഇംറാനിലെ 29-ാമത്തെ ആയത്താണ്. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നെഞ്ചിനകത്ത് ഒളിപ്പിച്ചു വെച്ചാലും വെളിവാക്കിയാലും അള്ളാഹു അത് അറിയും. അഥവാ നിങ്ങളുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത്, ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയും. കാരണം യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ, കണ്ണുകളുടെ കട്ടുനോട്ടമാവട്ടെ ഖൽബുകളിൽ ഒളിപ്പിച്ചു വെച്ചതാവട്ടെ അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ ഈ ആയത്തുകളുടെ എല്ലാം ഉദ്ദേശം അല്ലെങ്കിൽ ആകത്തുക എന്നുള്ളത് ഒന്നാമത്തെ ആയത്തിൽ ഇഖ്ലാസും നിയ്യത്തും അത് അല്ലാഹു അറിയുന്നവനാണ് എന്നുള്ളതാണ്. ഒന്നാമത്തെ ആയത്ത് ഇഖ്ലാസിനെ അറിയിക്കുന്നു, രണ്ടാമത്തെ നിയ്യത്തിനെ അറിയിക്കുന്നു, മൂന്നാമത്തേത് അത് കൃത്യമായി അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ ആളുകൾക്ക് ഏതൊരു കർമ്മവും ഏത് രീതിയിലും ചെയ്യാം, അല്ലെങ്കിൽ ബാഹ്യമായി ഏറ്റവും നല്ല കർമ്മമായിരിക്കും, പക്ഷെ അവന്റെ ഉള്ളിൽ നിയ്യത്ത് തെറ്റിയിട്ടുണ്ടാവും. ഇത് കൃത്യമായി അറിയുന്നവനാണ് അല്ലാഹു തആല. ഈ കിതാബിലെ ഒന്നാമത്തെ ഹദീസ് കൊടുത്തിട്ടുള്ള ഇമാം നവവി റഹിമഹുല്ലാഹ് ഈ ഒരു കിതാബിൽ കൊടുത്തിട്ടുള്ള ഒന്നാമത്തെ ഹദീസ്, وعن أمير المؤمنين أبي حفص عمر بن الخطاب بن نفيل بن عبد العزى بن رياح بن عبد الله بن قرة بن رزاح بن عدي بن كعب. ഈ കഅബ് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ പരമ്പരയിലുള്ള വ്യക്തിയാണ്. ഈ കഅബിന്റെ അവിടെയാണ് ഉമർ റളിയല്ലാഹുവിന്റെ പിതൃ പരമ്പരയും എത്തുന്നത്. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയിലേക്ക് ഉമർ റളിയല്ലാഹു എത്തുന്നുണ്ട്. കഅബ് ബിൻ ലുഅയ് ബിൻ ഗാലിബ് ഖുറശി അൽ അദവി റളിയല്ലാഹു അൻഹു ഖാല, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ പരമ്പര മുഴുവൻ പറയുന്നത് ആ കഅബിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പരമ്പരയിലേക്ക് എത്തുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി കൂടിയാണ് മുഴുവനായിട്ടും കൊടുത്തിട്ടുള്ളത്. ഖാല സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, ഉമർ റളിയല്ലാഹു ഉദ്ധരിക്കുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഉമർ റളിയല്ലാഹുവിൽ നിന്ന് മാത്രം ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഹദീസാണിത്. ഈ ഹദീസ് ഉമർ റളിയല്ലാഹു അല്ലാതെ വേറൊരു സഹാബിയും ഉദ്ധരിച്ചിട്ടില്ല.
ഹദീസുകളുടെ കൂട്ടത്തിൽ ഖരീബായ ഹദീസ് എന്ന് പറയുന്നതിൽ അസ്ലു സനദിൽ ഗുർബത്ത് സംഭവിച്ചിട്ടുള്ള ഹദീസ് എന്ന് പറയുന്ന ഒരു ഹദീസാണിത്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, തീർച്ചയായും കർമ്മങ്ങളെല്ലാം നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ, ഓരോരുത്തർക്കും എന്താണോ അവൻ ഉദ്ദേശിച്ചത് അതാണ് അവനുണ്ടാവുക. എന്താണോ മാനവ അവന്റെ നിയ്യത്ത് അത് അവനുണ്ടാകും. ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, ആരുടെയാണോ ഹിജ്റ അള്ളാഹുവിനും അവന്റെ റസൂലിലേക്കുമാകുന്നത്, ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, അവന്റെ ഹിജ്റ അള്ളാഹുവിലേക്കും റസൂലിലേക്കും ഉള്ളതാണ്. വമൻ കാനത് ഹിജ്റതുഹു ലിദുനിയ യുസീബുഹ, ആരുടെയാണോ ഹിജ്റ ദുനിയാവ് എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടോ അവിമ്രഅത്തിൻ യൻകിഹുഹ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടോ ആകുന്നത്, ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അവൻ ഏതൊന്നിലേക്കാണോ ഹിജ്റ ചെയ്തത് അതാണ് അവന് ഉണ്ടാവുക, അവന്റെ ഹിജ്റ അതിലേക്കാണ്. മുത്തഫഖുൻ അലാ സിഹ്ഹതിഹി, ഈ ഹദീസ് സഹീഹാണ് എന്നുള്ളതിൽ മുത്തഫഖുൻ അഥവാ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. റവാഹു ഇമാമ അൽ മുഹദ്ദിസീൻ, ഈ രണ്ട് ഇമാമുൽ മുഹദ്ദിസീൻ, ഇമാമ അൽ മുഹദ്ദിസീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹദീസിന്റെ വിഷയത്തിൽ ഷെയ്ഖാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? രണ്ടാളുകൾ, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമുമാണ്. സഹാബികളുടെ കൂട്ടത്തിൽ ഷെയ്ഖാൻ എന്ന് പറഞ്ഞാലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുമാണ്. റവാഹു ഇമാമ അൽ മുഹദ്ദിസീൻ അബൂ അബ്ദുല്ലാ മുഹമ്മദ് ഇബ്നു ഇസ്മാഈൽ ഇബ്നു ഇബ്രാഹിം ഇബ്നു അൽ-മുഗീറ ഇബ്നു ബർദിസ്ബ അൽ-ജുഅഫി അൽ-ബുഖാരി وابو الحسين مسلم بن الحجاج بن مسلم القشيري النيسابوري رضي الله عنهما في صحيحيهما اللذين هما أصح الكتب المصنفة. ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും മുഴുവൻ പേരും അത് അവരുടെ സഹീഹുകളിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. വിശുദ്ധ ഖുർആനിന് ശേഷം ഏറ്റവും സ്വീകാര്യപ്രദമായിട്ടുള്ള സഹീഹായി കൊണ്ട് മുസ്ലിം ഉമ്മത്ത് ഇജ്മാ ഉള്ള രണ്ട് കിതാബുകളാണ് സഹീഹ് ബുഖാരിയും സഹീഹ് മുസ്ലിമും. അല്ലദൈനി ഹുമാ അസ്സഹുൽ കുതുബിൽ മുസന്നഫത്തി, ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടതിൽ ഏറ്റവും സഹീഹായിട്ടുള്ള രണ്ട് കിതാബുകളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസ് വളരെയധികം മഹത്തായ സ്ഥാനമുള്ള വളരെ ശ്രേഷ്ഠതയുള്ള ഹദീസുകളാണ്. ചില പണ്ഡിതന്മാർ ഏതൊരു കിതാബ് എഴുതുന്ന ഒരാളും, പ്രത്യേകിച്ച് ഹദീസുകൾ ക്രോഡീകരിക്കുന്ന കിതാബ് എഴുതുന്ന ആളുകളും ഈ ഒരു ഹദീസ് കൊണ്ട് തുടങ്ങട്ടെ എന്ന് പറഞ്ഞു കാണാം. അബ്ദുറഹ്മാൻ ബിൻ മഹ്ദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, യംബഗി ലികുല്ലി മൻ സന്നഫ കിതാബൻ അൻ യബ്തദിഅ ഫീഹി ബിഹാദിൽ ഹദീസ് തൻബീഹൻ ലിത്വാലിബി അലാ തസ്ഹീഹി നിയ്യ. ഏതൊരു കിതാബ് എഴുതുന്ന ഒരാളും, അത് പ്രത്യേകിച്ച് ഹദീസ് ക്രോഡീകരിച്ചുകൊണ്ട് എഴുതുന്ന ഒരാളും ആദ്യം ഈ ഹദീസ് കൊടുക്കട്ടെ. കാരണം ആ കിതാബ് പഠിക്കുന്ന ഒരാൾക്ക് നിയ്യത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞത് കാണാം. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, യദ്ഖുലു ഫീ 70 ബാബ് മിനൽ ഇൽം, ഈ ഒരു ഹദീസ് ഇൽമിന്റെ 70ഓളം ബാബുകളിൽ പ്രവേശിക്കുന്നുണ്ടെന്ന. ഹദീസുകളുടെ കിതാബുകളിൽ 30ഓളം ഹദീസുകൾ കിതാബുകൾ ഈ ഹദീസ് കൊണ്ട് ആരംഭിച്ച് കാണാം. കാരണം നിയ്യത്തിന്റെ പ്രാധാന്യം അറിയിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഈ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാളുടെ ഈമാൻ ആവട്ടെ, വുദു ആവട്ടെ, നിസ്കാരമാവട്ടെ, സക്കാത്ത് ആവട്ടെ, ഹജ്ജ് ആവട്ടെ, നോമ്പാവട്ടെ, ബാക്കിയുള്ള എന്തൊരു കാര്യം നിൽക്കുന്നത് ഈ ഒരു ഹദീസിന്റെ മേലെയാണ്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ ഈ ഹദീസും അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ച മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ എന്ന് പറഞ്ഞ ഹദീസും ബിദ്അത്തിനെതിരെയുള്ള ഹദീസും, ഈ നമ്മുടെ കൽപ്പനയില്ലാത്തൊരു കർമ്മം ആരെങ്കിലും ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാണ്. ഈ രണ്ട് ഹദീസുകളാണ് ദീനിന്റെ അടിസ്ഥാനം എന്ന് പറയാം. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയിക്കുന്നു, രണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി അറിയിക്കുന്നു. അപ്പൊ ഈ ഹദീസ് അത്രത്തോളം പ്രാധാന്യമുള്ള ഗൗരവമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ ഹദീസിന്റെ ആദ്യത്തെ രണ്ട് വാക്ക് നമുക്ക് നോക്കാം. ആ രണ്ട് വാക്കുകളെ പറ്റി ഉലമാക്കൾ പല രീതിയിൽ ചർച്ച ചെയ്ത് വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ ആകത്തുക എന്ന് പറഞ്ഞാൽ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, തീർച്ചയായും കർമ്മങ്ങൾ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ, തീർച്ചയായിട്ടും എന്താണ് നിയ്യത്ത് വെച്ചത് അത് അവനുണ്ടാകും. അപ്പൊ ഈ രണ്ട് വാക്കുകൾ വ്യത്യസ്തമാണോ, അല്ലെങ്കിൽ അത് ഒരേ അർത്ഥത്തെ അറിയിക്കാനാണോ, അല്ലെങ്കിൽ വേറെ വ്യത്യസ്ത അർത്ഥങ്ങളെ അറിയിക്കാനാണോ എന്നുള്ള ചർച്ചകൾ ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ഉലമാക്കൾ നടത്തിയിട്ടുണ്ട്. അതിൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനും കൂടുതൽ ശരിയായിട്ടും നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു അഭിപ്രായത്തിന്റെ ആകത്തുക ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്നുള്ളത് അടിമ കർമ്മം ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. അഥവാ അവൻ ചെയ്യുമ്പോൾ അവൻ എന്താണോ ഉദ്ദേശം അതിനെപ്പറ്റി, അവിടെയുള്ള ഉദ്ദേശത്തെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഹുക്മിനെ സംബന്ധിച്ചിട്ടാണ്, അഥവാ കർമ്മത്തിന്റെ സ്വീകാര്യതയും ശരിയാണോ എന്നതിനെ സംബന്ധിച്ചിട്ടാണ് ഒന്നാമത്തെ ഭാഗം. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ, അവൻ എന്താണോ ഉദ്ദേശിച്ചത് അത് അവന് ഉണ്ടാകും എന്നുള്ളത് ജസാഇനെ സംബന്ധിച്ചിട്ടാണ്, അഥവാ പ്രതിഫലത്തെ സംബന്ധിച്ചിട്ടാണ്. അതായത് ഒരു കർമ്മം ചെയ്യുമ്പോൾ അവൻ എന്താണോ ഉദ്ദേശിച്ചത് ആ കർമ്മം ശരിയാണോ അല്ലേ എന്നുള്ള ഹുക്മിനെ സംബന്ധിച്ചിട്ടാണ് ഒന്നാമത്തെ ഭാഗം.
രണ്ടാമത്തെ ഭാഗം ആ കർമ്മത്തിന് പ്രതിഫലം കൊടുക്കുന്ന എന്താണോ ഉദ്ദേശിച്ചത് അതാണല്ലോ പ്രതിഫലം. അതിനെ അറിയിക്കാനാണ് രണ്ടാമത്തെ ഭാഗം. ഒന്നാമത്തെ ഭാഗം ഹുക്മിനെയും രണ്ടാമത്തേത് ജസാഇനെയും പ്രതിഫലത്തെയും, ഒന്നാമത്തേത് കർമ്മത്തിന്റെ വിധിയെയും രണ്ടാമത്തേത് ആ കർമ്മത്തിനുള്ള പ്രതിഫലത്തെയും പറ്റിയിട്ടാണ് അറിയിക്കുന്നത്. ഇപ്പോൾ ഒരാൾ നിസ്കരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു സ്വതക്ക കൊടുക്കുകയാണ്, ഞാൻ ഈ സ്വതക്ക കൊടുക്കുകയാണ്, ഇത് അള്ളാഹിന് വേണ്ടിയാണ് കൊടുക്കുന്നത്. ഒന്നാമത്തെ ഭാഗം ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അവന്റെ കർമ്മം അതാണ്, അവന്റെ നിയ്യത്ത് അതാണ്, അത് ഹുക്ം ആ കർമ്മം ശരിയാണോ അല്ലേന്ന് അറിയാൻ. ആ കർമ്മത്തിന് അള്ളാഹു പ്രതിഫലം കൊടുക്കുന്നത് ആ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ രണ്ടാമത്തെ ഭാഗം ആ പ്രതിഫലത്തെ സംബന്ധിച്ചിട്ടാണ് അറിയിക്കുന്നത് എന്ന് ഉലമാക്കൾ പറഞ്ഞത് കാണാം. വേറെയും പല ചർച്ചകൾ ഈ രണ്ട് വാക്കുകളെ സംബന്ധിച്ചിട്ടുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അതിൽ എളുപ്പത്തിൽ മനസ്സിലാകാവുന്ന അല്ലെങ്കിൽ കൂടുതൽ ശരിയായി തോന്നിയ ആശയമാണ് നാം ഇവിടെ പറഞ്ഞത്. അപ്പൊ ഒന്നാമത്തേതും രണ്ടും ഏകദേശം ഒരേ അർത്ഥത്തിൽ തന്നെ വരുന്ന ഒരു കാര്യമാണ്. പിന്നെ വരുന്ന ഭാഗം ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, ആരുടെയാണോ ഹിജ്റ അള്ളാഹുവിലേക്കും റസൂലിലേക്കും ആകുന്നത് അവന്റെ ഹിജ്റ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ്. ഹിജ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹജർ ചെയ്യുക അഥവാ തറക്ക, ഒഴിവാക്കുക എന്നുള്ള അർത്ഥമാണ്. ഒരു കാര്യം ഒഴിവാക്കുക എന്നുള്ളതാണ് ഹിജ്റ കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട അർത്ഥം. ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ള ആശയം എന്താണ് ഹിജ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്തിഖാലു മിൻ ബിലാദിൽ കുഫ്രി അതല്ലെങ്കിൽ ഔ മിൻ ബലദിൽ കുഫ്രി ഇലാ ബലദിൽ ഇസ്ലാം, കുഫറിന്റെ നാട്ടിൽ നിന്ന് ഇസ്ലാമിന്റെ നാട്ടിലേക്ക് മാറിപ്പോകുന്നതിനാണ് എന്ത് പറയുന്നത് ഹിജ്റ എന്ന് ഇസ്തിലാഹിയായിട്ട് അഥവാ സാങ്കേതിക പദമായിട്ട് ദീനിൽ പറയുന്ന അർത്ഥം എന്താണ്? കുഫറിന്റെ നാട്ടിൽ നിന്ന് ഇസ്ലാമിന്റെ നാട്ടിലേക്ക് പോവുക. ഇനി അത് ഒന്നുകൂടി വ്യക്തമാകണമെങ്കിൽ പല രീതിയിൽ വിശദീകരിക്കാം. ബിദഅത്തിന്റെ നാട്ടിൽ നിന്ന് സുന്നത്തിന്റെ നാട്ടിലേക്ക് പോവുക, അല്ലെങ്കിൽ മാസിയത്തിന്റെ നാട്ടിൽ നിന്ന് ത്വാഅത്തിന്റെ നാട്ടിലേക്ക് പോവുക. ഞാൻ അറബി കൂടുതലായി പറയണ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ബിദഅത്തിന്റെ നാട്ടിൽ പറഞ്ഞാൽ ബിദഅത്തിന്റെ നാട്ടിൽ പിന്നെ സുന്നത്തിന്റെ ആളുകളുടെ നാട്ടിലേക്ക്, പാപങ്ങൾ ചെയ്യുന്ന ആളുകളുടെ നാട്ടിൽ നിന്ന് അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളുകളുടെ നാട്ടിലേക്ക്, ഇങ്ങനെ ഏതൊരു കാര്യത്തിൽ ആ പോകുന്നതിനൊക്കെ ഹിജ്റ എന്നുള്ള പദത്തിൽ പറയാറുണ്ട്. ഇനി ഹിജ്റ മൂന്ന് തരത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഹിജ്റ മൂന്ന് തരത്തിൽ ഉണ്ടാവും. ലിൽ അമൽ ഉണ്ടാകും, ലിൽ ആമിൽ ഉണ്ടാകും, ലിൽ മക്കാൻ ഉണ്ടാകും. നമ്മളിപ്പോ ഈ പറഞ്ഞ ആശയൊക്കെ മക്കാനാണ്, അഥവാ ഒരു സ്ഥലം വിട്ട് വേറെ സ്ഥലത്തേക്ക് പോവുക എന്നുള്ള അർത്ഥത്തിൽ. രണ്ട് അമല്, ഹിജ്റത്തുൽ ലിൽ അമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു വിരോധിച്ചിട്ടുള്ള ഒരു കർമ്മം, ഒരു പാപം ഒഴിവാക്കുക. ഒരു കാര്യം, ഒരു കർമ്മം അത് അള്ളാഹു ഹറാമാക്കിയതാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ പാപം ഒഴിവാക്കുക, ഹിജ്റത്തുൽ ലിൽ അമൽ എന്ന് പറയും. രണ്ടാമത്തേത് ഹിജ്റത്തുൽ ലിൽ ആമിൽ, ഒരു കർമ്മം ചെയ്തവനെ ഒഴിവാക്കുക. ഉദാഹരണത്തിന് ഒരു തെറ്റ് ചെയ്യുന്നവൻ ആ തെറ്റ് ചെയ്യുന്നു എന്ന് മാത്രമല്ല അവനൊരു മുജാഹറത്ത് നടത്തുന്നു, ആ തെറ്റ് ചെയ്യുന്നവനാണെന്ന് ആളുകൾ അറിയിക്കുന്നു, അല്ലെങ്കിൽ പരസ്യമായി തെറ്റ് ചെയ്യുന്ന ഒരുത്തൻ, അവരോട് എന്ത് കാണിക്കേണ്ടി വരും? ഹജർ ചെയ്യേണ്ടി വരും, അവരെ ഒഴിവാക്കേണ്ടി വരും. പരസ്യമായി ബിദഅത്ത് ചെയ്യുന്ന, ബിദഅത്ത് പറയുന്ന ഒരാൾ, അവനെ ഹജർ ചെയ്യേണ്ടി വരും, അവനെ ഒഴിവാക്കേണ്ടി വരും. അങ്ങനെ ആമിലിനെയും ഹജർ ചെയ്യും. ഈ മൂന്ന് തരത്തിൽ ഹജറുണ്ട്. ഇവിടെ ഹദീസിൽ ഉദ്ധരിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഒരുമിച്ച്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവാദം ലഭിച്ച രണ്ടാമത്തെ ഹിജ്റ, ആദ്യത്തെ അബിസീനിയയിലേക്ക് പോയതല്ല, പ്രധാനപ്പെട്ടതല്ല, 2 തവണ അബിസീനിയയിലേക്ക് പോയി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവാദം ലഭിച്ച് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ഹിജ്റ. അത് വളരെ മഹത്തായിട്ടുള്ള ഒരു കർമ്മമാണ്. കാരണം ആലോചിച്ച് വെക്കണം, പല ആയത്തുകളിലും ജിഹാദിനേക്കാൾ മുൻപായിക്കൊണ്ട്, മറ്റുള്ള കർമ്മങ്ങളെക്കാൾ മുമ്പായിക്കൊണ്ട് അല്ലാഹു തആല ഹിജ്റയെ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ആലോചിച്ച് നോക്കിയും, നമ്മൾ ജനിച്ച നാട്, നമ്മുടെ കുടുംബം, വീട്, കച്ചവടം, നമ്മുടെ സമ്പത്ത്, സ്വത്ത്, ഇതെല്ലാം വിട്ടിട്ട് നമ്മൾ അള്ളാഹിന്റെ ദീന് അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി, ദീനിന് വേണ്ടി നമ്മൾ പോവാന്ന് ആലോചിച്ച് നോക്കി. ജിഹാദിന് പോവാണെങ്കിൽ പോലും 2 ഓപ്ഷൻ ഉണ്ടാവും മുമ്പിൽ. ഒന്നെങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ ഗനീമത്ത് സ്വത്ത് കിട്ടും, മരിച്ചു കഴിഞ്ഞാൽ ഷഹീദാവെങ്കിലും ചെയ്യാം. ഹിജ്റ ചെയ്ത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ ത്യാഗവും കഷ്ടപ്പാടുമുള്ള ഒരു കാര്യമാണ് ഹിജ്റ ചെയ്ത് പോവുക എന്നുള്ളത്. ആ ഒരു അമലിന്റെ സമയത്താണ് ഈ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. ആരാണോ ഇലല്ലാഹി വറസൂലിഹി കൊണ്ട് ഉദ്ദേശിച്ചത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച്, റസൂലിന്റെ കൽപ്പന അനുസരിച്ച്, ആ ഒരു ഉദ്ദേശത്തിൽ അവൻ ചെയ്യുന്നത്, അവൻ ചെയ്യുന്ന ഹിജ്റ അത് അള്ളാഹുവിനും റസൂലിനും വേണ്ടിയിട്ടുള്ളതാണ്. അഥവാ പിന്നെ അവന്റെ നിയ്യത്ത് ഏറ്റവും ശരിയായിട്ടുള്ള നിലക്കാണ് ആ ഹിജ്റ ഉള്ളത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹിജ്റയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും മഹത്തായ കർമ്മത്തെ സംബന്ധിച്ചും ഈ ഹദീസിന്റെ ആശയത്തിൽ നിയ്യത്തിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതിനുശേഷം പറഞ്ഞു വമൻ കാനത് ഹിജ്റതുഹു ലിദുനിയ യുസീബുഹാ ഔ ഇംറഅത്തിൻ യൻകിഹുഹാ. ഇനി ആരുടെയെങ്കിലും ഹിജ്റ, ആരെങ്കിലും ഇപ്പോൾ നാട് വിട്ട് പോവാണല്ലോ, ഒരു നാട് വിട്ടിട്ട് വേറെ നാട്ടിലേക്ക് പോവാണ്,
അപ്പൊ ആ നാട് വിട്ടു പോകുമ്പോ അവന്റെ ഉദ്ദേശം ഞാൻ പോകുന്ന നാട്ടിൽ ദുനിയവിയായിട്ടുള്ള നേട്ടങ്ങൾ എനിക്ക് ലഭിക്കാനുണ്ട്, അവിടെ എനിക്ക് ഇന്ന ഇന്ന സൗകര്യം ലഭിക്കാം, അവിടെ എനിക്ക് ഇന്ന കച്ചവടം തുടങ്ങാം, അങ്ങനെ എന്തെങ്കിലും ഭൗതികമായിട്ടുള്ള ഉദ്ദേശങ്ങളോ അവിമ്രത്തിൻ യൻകിഹുഹ, അല്ലെങ്കിൽ അവിടെ പോയിട്ട് എനിക്ക് വേറൊരു കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ നല്ലൊരു സ്ത്രീയെ കല്യാണം കഴിക്കാം എന്നുള്ള ഉദ്ദേശമാണെങ്കിൽ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അവന്റെ ഹിജ്റ ഏതൊന്നിലേക്കാണ് ഹിജ്റ ചെയ്തത് അതാണ്. ഇവിടെ നോക്കി രണ്ട് വാക്കുകൾ തമ്മിൽ വ്യത്യാസം നോക്കുക. ആദ്യത്തേല് ഫഹിജ്റതുഹു ഇലല്ലാഹി വ റസൂലിഹി പ്രത്യേകം പറഞ്ഞു, രണ്ടാമത്തേത് ഇലാ മാ ഹാജറ ഇലൈഹി എന്നാ പറഞ്ഞത്. കാരണം എന്തും ആവാം. ആദ്യത്തേതിൽ ഫമൻ കാനത്ത് ഹിജ്റതുഹു ഇലല്ലാഹി വ റസൂലി, അള്ളാഹുലേക്ക് റസൂലിനെ ഉദ്ദേശം വെച്ചാണെങ്കിൽ അവന്റെ ഹിജ്റ അള്ളാഹുലേക്ക് റസൂലിലേക്ക്, അത് ശരിയാണ്. രണ്ടാമത്തേതിൽ രണ്ട് കാര്യം പറഞ്ഞു, ദുനിയാവും സ്ത്രീയും പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞിട്ടില്ല? അത് എടുത്തു പറഞ്ഞിട്ടില്ല. ഇലാമ ഹാജറ ഇലൈഹി, അവൻ ഏതെന്നിലേക്കാണ് ഹിജ്റ ചെയ്തതോ ആവാം. കാരണം ആ നിയ്യത്ത് അത് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്തും ആവാം, എന്ത് കാര്യമായാലും അതിലേക്കാണ് മടങ്ങുക. ഇവിടെ എന്തുകൊണ്ടാണ് ഈ ദുനിയാവിനെയും ഈ സ്ത്രീയെയും പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം? അതിന് ചില പണ്ഡിതന്മാർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യന്റെ നിയ്യത്തിനെ തെറ്റിച്ചു കളയുന്ന അല്ലെങ്കിൽ അവന്റെ ദീനിനെ ഫസാദാക്കുന്ന രണ്ട് അപകടം നിറഞ്ഞ കാര്യങ്ങളാണ്, ഒന്ന് ദുനിയാവും ഒന്ന് സ്ത്രീയും. വേറെ ചില ഹദീസുകളിൽ ഇതേ ആശയം വന്നിട്ടുണ്ട്. ഫത്തഖുദ്ദുനിയ വത്തഖുന്നിസാ ഇന്നദ്ദുനിയ ഹുൽവത്തുൻ ഖദിറ ഫഇന്നല്ലാഹ മുസ്തഖ്ലഫകും ഫീഹാ ഫൽയൻദുർ കൈഫ തഅലമൂൻ ഫത്തഖുദ്ദുനിയ കൈഫ തഅമലൂൻ ഫത്തഖുദ്ദുനിയ വത്തഖുന്നിസാ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. നിങ്ങൾ ദുനിയാവ് എന്നുള്ളത് പച്ചപ്പും മധുരവും നിറഞ്ഞതാണ്, അള്ളാഹു നിങ്ങളെ നിയോഗിച്ച് നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നു എന്ന് കണ്ടറിയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ദുനിയാവിനെയും നിങ്ങൾ സൂക്ഷിക്കണം, സ്ത്രീകളെയും നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ഈ രണ്ട് ഫിത്ന മനുഷ്യനെ അവന്റെ ദീനിനെ ഫസാദാക്കുന്ന, നിയ്യത്തിനെ തെറ്റിക്കുന്ന കാര്യമാണ് എന്ന് ഉലമാക്കൾ ഈ ഹദീസിനെയും വെച്ച് വിശദീകരിച്ച് കാണാം. വേറെയും ധാരാളം ഹദീസുകൾ ഈ ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഇബ്നു ദഖീഖ് അൽ ഈദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മആലിമുസ് സുനനിൽ ഇബ്നു ദഖീഖ് അൽ ഈദ് റഹിമഹുല്ലാഹ് പറഞ്ഞതായിട്ട് ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്ഖലാനി കൊടുക്കുന്നുണ്ട്. നഖലു അന്ന റജുലൻ ഹാജറ മിൻ മക്കത ഇല അൽ മദീന ലാ യുരീദു ബിദാലിക ഫളീലത്തുൽ ഹിജ്റ വഇന്നമാ ഹാജറ ലിയതസവ്വജ ഇംറഅതൻ തുസമ്മ ഖൈസ്. ഒരു വ്യക്തി ഹിജ്റ ചെയ്തപ്പോൾ അവൻ ഹിജ്റ ചെയ്തത് ഹിജ്റയുടെ ഉദ്ദേശ ലക്ഷ്യമൊന്നായിരുന്നില്ല, പക്ഷെ മദീനത്തെത്തിയിട്ട് ഖൈസ് എന്നുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഹിജ്റ ചെയ്തത്. ഫലിഹാദാ ഖുസ്സ ഫിൽ ഹദീസ് ദിക്റുൽ മർഅതി ദൂന സായിരി മാ യൻവി ബിഹി, അതുകൊണ്ടാണ് ഇതിൽ സ്ത്രീയെ പ്രത്യേകം എടുത്തു പറഞ്ഞത്, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയാതെ എന്നും ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നു ദഖീഖ് അൽ ഈദ് ഈ തരത്തിലാണ് വിശദീകരിച്ചിട്ടുള്ളത്. ഇനി ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ ഈ ഒരു ഹദീസിനെ വ്യത്യസ്ത കോണുകളിലായിക്കൊണ്ട് ധാരാളം മേഖലയിൽ ഹദീസിനെ ചർച്ച ചെയ്യാൻ പറ്റും. അങ്ങനെ ചർച്ച ചെയ്യുന്നിടത്ത് ഒരാൾ ഹിജ്റയും ഉദ്ദേശം വെച്ചു, എന്നാൽ അതേസമയം ഒരു കല്യാണം കഴിക്കണമെന്ന് ഉദ്ദേശം വെച്ചു. ഹിജ്റാന്റെ ഉദ്ദേശത്തിലുണ്ട്, കല്യാണം കഴിക്കണമെന്ന് ഉദ്ദേശമുണ്ട്. അപ്പൊ എന്തായിരിക്കും അവന്റെ അവസ്ഥ? അപ്പൊ എന്തായിരിക്കും? ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നു, ഫലാ തകൂനു ഖബീഹതൻ വലാ ഗൈറ സഹീഹ, അത് ഒരു മ്ലേച്ഛമായ കാര്യമോ ശരിയല്ലാതാവുകയോ ചെയ്യില്ല. അവന് ഹിജ്റ ചെയ്യാനുള്ള ഉദ്ദേശമുണ്ട്, നാളത്തെ കല്യാണം കഴിക്കാവുന്നുണ്ട്. ബൽ ഹിയ നാഖിസത്തുൻ ബിന്നിസ്ബതി ഇലാ മൻ കാനത് ഹിജ്റതുഹു ഖാലിസതൻ വല്ലാഹു അലം. എന്നാൽ ഹിജ്റ മാത്രം ഉദ്ദേശം വെക്കുന്നവന്റെ ആ നിയ്യത്ത് വെച്ച് നോക്കുമ്പോൾ ചില കുറവുകൾ അതിലുണ്ട് എന്ന് മാത്രം. അപ്പൊ അങ്ങനെ പല ചർച്ചകളും ഫിഖ്ഹിന്റെ ബാബിലും ചർച്ചകളും ധാരാളം മേഖലയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഹദീസാണ്. എന്നാൽ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്, ഏത് ചെറിയ കർമ്മമാവട്ടെ വലിയ കർമ്മമാവട്ടെ, നിയ്യത്ത് അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. അതെന്തോ ആവട്ടെ, എത്ര നിസ്സാരമായ ഒരു കാര്യവും അള്ളാഹുവിന് വേണ്ടി എന്നുള്ള നിയ്യത്തിലാണ് എങ്കിൽ ആ കർമ്മം അത് ഇരട്ടി ഇരട്ടിയായി അതിന്റെ സ്ഥാനം വലുതാവുകയും അതിന്റെ പ്രതിഫലം വർദ്ധിക്കുകയും ചെയ്യും. ഒരിക്കലും കർമ്മങ്ങളുടെ പ്രതിഫലം വർദ്ധിക്കുന്നത് കർമ്മങ്ങളുടെ ബാഹ്യമായതിന്റെ അടിസ്ഥാനത്തിലല്ല, അത് ആ കർമ്മം ചെയ്യുമ്പോൾ അവന്റെ കൽബിന്റെ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ കർമ്മങ്ങൾക്ക് 700 ഇരട്ടി വരെ പ്രതിഫലം കിട്ടുന്നത് എങ്ങനെയാണ്? ഒരാൾ നിസ്കരിക്കുന്നതിൽ എത്ര നിസ്കരിക്കാൻ പറ്റും നല്ല രീതിയിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുമ്പോൾ എത്ര നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും? ആ പ്രതിഫലത്തിന്റെ ഇരട്ടിയാകുന്നത് അല്ലെങ്കിൽ അതിൽ മുളാഫത്ത് സംഭവിക്കുന്നത് ഒരാളുടെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അടുത്ത ഹദീസ് കൂടി നമുക്ക് വായിക്കാം. രണ്ടാമത്തെ ഹദീസ്, വഅൻ ഉമ്മുൽ മുഅ്മിനീന ഉമ്മി അബ്ദില്ലാഹ് ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത്, ഉമ്മുൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളുടെ മാതാവായിട്ടുള്ള ഉമ്മു അബ്ദില്ല ആയിഷ റളിയല്ലാഹുവിന്റെ കുഞ്ഞത്താണ്. അവർക്ക് സന്താനങ്ങൾ ജനിച്ചിട്ടില്ല, മക്കൾ ഉണ്ടായിട്ടില്ല. പക്ഷെ കുഞ്ഞത്തിടുക എന്നുള്ളത് അറബികളുടെ ഒരു ശീലമാണ്. ചെറിയ കുട്ടികളെ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഉമ്മു ഖാലിദ് എന്ന് വിളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അബു ഉമൈർ എന്ന് വിളിച്ചിട്ടുണ്ട്, പല കുട്ടികളെയും. ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, യഹ്സു ജയ്ഷുൻ അൽ കഅബത, അന്ത്യനാളിന്റെ അടയാളങ്ങളും അന്ത്യനാളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഒരു സംഘം ആളുകൾ, ഒരു സൈന്യം കഅബയെ ആക്രമിക്കുന്നതാണ്. കഅബക്കെതിരെ പടയായി പൊരുതികൊണ്ട് കഅബയെ ആക്രമിക്കുന്നത്, അവസാന കാലത്ത് അന്ത്യനാളിൽ കഅബ തകർക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാവും. അപ്പൊ അങ്ങനെ കഅബക്കെതിരെ വരുന്നതാണ്. فإذا كانوا ببيداء من الأرض يخسف بأولها وأولهم وآخرهم. ഇവിടെ കഅബക്കെതിരെ ആളുകൾ വരുമ്പോൾ അവർ ബൈദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമിയുടെ ബതുക്കൾ ഉണ്ടാകുന്ന ഒരു വിശാലമായ മരുഭൂമിയുടെ പ്രദേശത്തെത്തുമ്പോൾ അതിലെ ആദ്യക്കാരെയും അവസാനക്കാരെയും എല്ലാം കൂടി ഭൂമി വിഴുങ്ങിക്കളയും. കഅബയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ തകർക്കാൻ വേണ്ടി വരുന്നതായിരിക്കും, പക്ഷെ അവരെ മൊത്തത്തിൽ ഭൂമി വിഴുങ്ങിക്കളയും. ഖാലത്ത്, അപ്പൊ ഇത് കേട്ടപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കൈഫ യുഖ്സഫു ബിഅവ്വലിഹിം വആഖിരിഹിം വഫീഹിം അസ്വാഖുഹും വമൻ ലൈസ മിൻഹും. റസൂൽ, എങ്ങനെയാണ് അതിലുള്ള എല്ലാവരെയും കൂടിയിട്ട് ഭൂമി മുഴുകുന്നത്, എങ്ങനെയാണ് ശരിയാവുക? അതിൽ അസ്വാഖുഹും, ജനങ്ങളിൽ അസൗഖത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇതിനെതിരെ ഒരു ഉദ്ദേശമില്ലാതെ ആ നിലക്ക് വരാത്ത ആളുകൾ, അപ്പോ വേറെ വല്ല കച്ചവട ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ വേറെ കൊടുക്കാനോ വാങ്ങാനോ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ആ കൂട്ടത്തിൽ ആളുകൾ ഉണ്ടാവില്ല, എല്ലാവരും കൂടി ഭൂമി വിഴുങ്ങി കഴിയുമ്പോ എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഖ്സഫു ബിഅവ്വലിഹിം വആഖിരിഹിം, അതിന്റെ തുടക്കക്കാരെ അവസാനക്കാരെ എല്ലാരെയും കൊണ്ട് ഭൂമി അവര് പിന്നെ ആ ഗർത്തത്തിലേക്ക് വീണുപോകും. ثم يبعثون على نياتهم, പിന്നെ അവരുടെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. മുത്തഫഖുൻ അലൈഹി, ഹാദാ ലഫ്ദുൽ ബുഖാരി, ഇത് മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. പക്ഷെ ഈ ലഫ്ദ് വന്നിട്ടുള്ളത് ബുഖാരിയുടെ ലഫ്ദാണ്. എന്താണ് ഹദീസിന്റെ വിഷയത്തിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേ ആശയത്തിലുള്ള ഹദീസ് ഏതിലുണ്ട്? സഹീഹ് മുസ്ലിമിലുമുണ്ട്. പക്ഷെ ലഫ്ദിൽ വാക്കുകളിൽ ചില വാക്കോ എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോ എന്താണ് ഈ ഹദീസിന്റെ ഭാഗം? എന്താണ്? ഒന്ന്, ഒരു തിന്മക്ക് വേണ്ടി കഅബയെ തകർക്കുക എന്നുള്ള ഉദ്ദേശിച്ചാണെങ്കിൽ അതിനെതിരെ പോരുന്ന ആളുകൾ. രണ്ട്, അവരെ അല്ലാഹു തആല പിടികൂടുന്നത് ഭൂമിയിലേക്ക് ആഴ്ത്തി കളഞ്ഞുകൊണ്ടാണ്. അപ്പൊ അതിൽ ഇത് ഉദ്ദേശം വെക്കാത്ത വേറെ പല ആവശ്യങ്ങൾക്കും വന്ന ആളുകളും അതിൽ അകപ്പെടുമല്ലോ എന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയാണ്, അവരെല്ലാവരെയും ഭൂമി ഒരുമിച്ച് വീഴുന്നു, പക്ഷെ അവരുടെ നിയ്യത്തുകളുടെ അടിസ്ഥാനത്തിലാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. ഈ ഹദീസിന്റെ ഫായിദയായി ആദ്യം മനസ്സിലാക്കേണ്ട നമ്മൾ കാര്യം, തഹ്ദീറു മിൻ മുസാഹബത്തി അഹ്ലി ദുൽമി വമുജാലസതിഹിം, ദുൽമിന്റെ ആളുകൾ അല്ലെങ്കിൽ തെമ്മാടികളായിട്ടുള്ള പാപം ചെയ്യുന്ന അക്രമികളായിട്ടുള്ള ആളുകൾ അവരോട് കൂട്ടുകൂടുന്നതിന്റെയും അവരോടൊപ്പം ഇരിക്കുന്നതിന്റെയും അവരോട് സഹവസിക്കുന്നതിന്റെയും ഗൗരവം അറിയിക്കുന്നുണ്ട്. കാരണം ഒരു ശിക്ഷ വന്നെത്തുമ്പോൾ ഒരു കൂട്ടത്തിലേക്ക് മൊത്തമായിട്ടാണ് അവിടെ വന്നെത്തുക. വേറൊരു ഹദീസിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മർഫൂആയി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇദാ അൻസലല്ലാഹു ബിഖൗമിൻ അദാബൻ, അല്ലാഹു ഒരു സമൂഹത്തിലേക്ക് ശിക്ഷ ഇറക്കുകയാണെങ്കിൽ, അസ്വാബൽ അദാബ മൻ കാന ഫീഹിം തുമ്മ ബുഇസു അലാ നിയ്യാതിഹിം, എല്ലാവർക്കും ഒരുമിച്ച് ശിക്ഷ ഇറക്കുകയും പിന്നെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ശിക്ഷ വരുമ്പോൾ എല്ലാവർക്കും വരും. അതുകൊണ്ട് ദുൽമു ചെയ്യുന്ന അക്രമികളാകുന്ന തെമ്മാടികളാകുന്ന ആളുകളോട് എന്ത് ചെയ്യാൻ പാടില്ല? കൂട്ടുകൂടാൻ പാടില്ല, അല്ലെങ്കിൽ അവരോട് സഹവസിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളത്. രണ്ട്, ഈ ഹദീസിൽ ഈ ഫസ്ലുമായി അല്ലെങ്കിൽ നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ട കാര്യം, ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സമയത്ത് ഓരോ ആളുകളെയും അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുക അവരുടെ നിയ്യത്തുകളുടെ അടിസ്ഥാനത്തിലാണ്. ഖബറുകളിൽ നിന്ന് ആളുകൾ പുറത്തു വരുന്നത് പോലെ അവരുടെ നെഞ്ചുകൾക്കകത്തുണ്ടായിരുന്ന ഉദ്ദേശങ്ങളെ അള്ളാഹു പുറത്തു കൊണ്ടുവരും. എന്ത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നീ ഒരു കർമ്മം ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എന്ത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നീ അത് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വിചാരണ ചെയ്യപ്പെടുക എന്നുള്ളത്. അപ്പൊ നിയ്യത്തിന്റെ പ്രാധാന്യം ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഹദീസുകൾ അടുത്ത ദർസുകളിൽ നമുക്ക് വായിക്കാം. അല്ലാഹു തആല നമ്മുടെ നിയ്യത്തുകളെ നന്നാക്കുകയും അത് ഇഖ്ലാസോട് കൂടിയുള്ളാക്കുകയും ചെയ്യുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.